വായിച്ച തിരുവെടുത്ത് എല്ലാവർക്കും പരിചിതമാണ്. ഇന്നലെ അതിനോട് ബന്ധപ്പെട്ടാണ് ചിന്തിച്ചത്. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിനാണ് സർവത്തിൻ്റെ മേലും അധികാരമുള്ളത്. അപ്പൊ യേശുക്രിസ്തു ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. ആ കർത്താവിനാണ് സർവത്തിൻ്റെ മേലും അധികാരം. എന്തിന്മേലൊക്കെ അധികാരമുണ്ട്, അതുകൂടെ നമുക്കിതിന് ശേഷം ചിന്തിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിച്ചു വന്നത്, സർവത്തിൻ്റെ മേലും അവിടുന്ന് അധികാരമുള്ളത് കൊണ്ട് അവിടുന്ന് അറിയാതെ, അനുവദിക്കാതെ, സമ്മതിക്കാതെ നമുക്കൊന്നും സംഭവിക്കുകയല്ല. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട്. ഇപ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, സംഭവിക്കുന്നുണ്ടെങ്കിൽ, അതും ദൈവം അറിഞ്ഞ. നാടൻ ഭാഷയിൽ പറയാ, ഇനി എന്തെങ്കിലും കോടാലി വരാനുണ്ടെങ്കിലും അതും ദൈവം അറിഞ്ഞ. ദൈവം അറിയാതെ ഒന്നും വരികയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിന് തെളിവായിട്ട് നമ്മൾ ചിന്തിച്ചത് ഇയ്യോബിനെ പറ്റിയാ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല ജീവിതത്തിൽ. അപ്പോൾ ഇന്നലെ ചിന്തിച്ചത് വേറെ പുസ്തകത്തിലെ ഒരു മനുഷ്യനാണ്, ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ്. ഇയ്യോബിനെ പറ്റി വായിക്കുന്നത്, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നെന്ന. അല്ലേ മോളെ, വായിച്ചേ ഒന്ന്. അപ്പൊ ഇത് കെട്ടുകഥയും അമ്മമ്മക്കഥയും ഉമ്മാക്കഥയും കിഴവിക്കഥയും ഒന്നുമല്ല, ഉള്ള കാര്യമാണ്. വേദപുസ്തകത്തിലെ കാര്യമെല്ലാം സത്യമായ കാര്യമാണ്. മറ്റേ പല പുസ്തകത്തിലുമൊക്കെ ആമ കെട്ടുകഥയും ഇല്ലാത്തതെല്ലാം വളച്ചു കെട്ടിക്കുക. ഇതിനകത്തെ കാര്യമൊന്നും വളച്ചുകെട്ടൊന്നുമില്ല. ഇത്ര കൃത്യമായിട്ടുള്ളൊരു പുസ്തകം വേറെ ഇല്ല. മനുഷ്യൻ എങ്ങനെ ഉണ്ടായത് അതൊക്കെ കൃത്യമായിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. മനുഷ്യൻ മരിച്ചാൽ എങ്ങോട്ട് പോകും അതെല്ലാം കൃത്യമായിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് പൊടിയാ, മണ്ണിൽ നിന്ന് എടുത്തതാ. ഇത് മണ്ണിലോട്ട് ചേരും. അതിലെ മണ്ണിൽ നിന്ന് എടുത്ത്, പ്ലാസ്റ്റിക് ഇപ്പോഴും അഴുകാതിരിക്കുക, പക്ഷെ ഇത് ചേരും. മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ടാണ്. അതിന് ഡോക്ടർ പരിശോധിച്ച് പറഞ്ഞത് ഇരുമ്പിൻ്റെ കുറവുണ്ട്. അതിനൊരു ടോണിക്ക് മണ്ണിൽ നിന്ന് എടുത്തതിന് തെളിവാണ് അല്ലേ. പണ്ടൊക്കെ ഇങ്ങനെ കണ്ണ് താത്ത വെച്ച് ടോർച്ചടിച്ച് നോക്കും. ടോണിക്ക് ഇത് ഇരുമ്പിൻ്റെ അംശമുണ്ട്. അപ്പം ഇത് മണ്ണിൽ നിന്ന് എടുത്തതാണ്. എല്ലാം വളരെ കൃത്യമായിട്ടാണ് വേറെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. ഊഹാഭോഗമൊന്നുമല്ല, കെട്ടുകഥയല്ല. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ക്വാളിറ്റിയാണ് താഴോട്ട്. അവൻ നിഷ്കളങ്കനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. 4 ഗുണഗണങ്ങൾ അവിടെ എടുത്തു പറയുന്നു. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. ഇനി ആ മനുഷ്യനെ 7000 ആടും 3000, അദ്ദേഹത്തിന് 7 പുത്രന്മാരും 3 പുത്രിമാരും അല്ലേ. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അപ്പോൾ 7 3 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതിയും ഇയ്യോബിനുണ്ട്. ഇനി അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർ കാളയും 500 പെൺകഴുതയും ആയ മൃഗസമ്പത്ത്. ഏതാണ്ട് 15000 വരുന്ന മൃഗസമ്പത്ത്. അപ്പൊ 10 പിള്ളേരുടെ പിതാവ് എന്നുള്ള ബഹുമതി, 15000 വരുന്ന മൃഗസമ്പത്ത്, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. ഈ കുഞ്ഞ് ആരുടെയാന്ന് വെച്ചാൽ അവിടെ കുഞ്ഞിനെ അടക്കിയിരുത്തണം. അതല്ലെങ്കിൽ എല്ലാവരും, കുഞ്ഞിന് കുഴപ്പമുണ്ടെന്നല്ല, എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിക്കും. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പം അതിൻ്റെ ചുമതലപ്പെട്ടവർ കുഞ്ഞിനെ വന്നങ്ങ് എടുത്താട്ടെ. ആരുമില്ലേ? മോനെ അവിടെ ഇരുത്തണേ. അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പം കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളാ, അവനെ കിടുക്കുകയൊന്നും ചെയ്യരുത്, തല്ലരുത്. കൊച്ചൻ കാരണം എനിക്ക് യോഗത്തിന് ഇരിക്കാൻ മേലെന്നും പറഞ്ഞ് അതിനെ തല്ലരുത്. കുഞ്ഞുങ്ങളല്ലേ, മറ്റുള്ളവർ ശ്രദ്ധിക്കും അതിന്. നമ്മുടെ ആൾക്കാർ എന്തേലും ഒന്ന് കാണാൻ നോക്കിയിരിക്കുക. അപ്പൊ ശ്രദ്ധിക്കുക. നമുക്ക് കസേര ഇനി ഉണ്ടോ? ആൾക്കാർ പിന്നെയും വരുന്നല്ലോ. കസേര ഉണ്ടോ മോനെ? വെളി കസേര ഉണ്ടോ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, സഹോദരിമാരൊന്ന് എഴുന്നേറ്റ്. ഇന്നലത്തെ പോലെ ഒരു ചെറിയ കമ്മി ഒന്ന് എഴുന്നേക്കാൻ. എല്ലാം നെയ്യ് കഴിച്ചേച്ചിരിക്കും പോലെ കസാരയായിട്ട് ഇച്ചിലൂടെ മുന്നോട്ട് വാ. ഇരിക്കുന്ന കസാരയായിട്ട് മുന്നോട്ട് വാ. അമ്മ ഇങ്ങോട്ട് കയറിയിരുന്നു. ഇരിക്കുന്ന കസാരയായിട്ട് നിങ്ങൾ ആദ്യം മുന്നിലുള്ളവർ കസാര നീക്കിയാലല്ലേ അവർക്കും കൊണ്ടുവരാൻ പറ്റുള്ളൂ.
ഇങ്ങോട്ട് കയറി. സഹോദരന്മാരും ഒന്ന് എഴുന്നേറ്റ കസാര. ദൈവദാസന്മാരെയൊക്കെ എഴുന്നേൽപ്പിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നമ്മുടെ സാഹചര്യം അനുസരിച്ച് അങ്ങനെ ഇരുന്നോട്ടെ. ഇനി ഇച്ചിരി ഇങ്ങോട്ട് അങ്ങനെ ദൈവദാസി അവിടെ ഇരുന്നോ? അവിടെ ഇരുന്നു. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി മോനെ. ഇനിയും പുറകിലോട്ട് കസാര ഇട്ട് കൊടുക്കുക, വരുന്നവരവിടെ ഇരിക്കട്ടെ. എടേ വർത്താനം പറയരുത്. നിങ്ങളെല്ലാം സഹകരിക്കുന്നതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇനി വർത്താനം ഒന്നും പറയണ്ട, ഇങ്ങോട്ട് നോക്ക്. അവകാശത്തിൽ നിന്നതിദയാൽ ദേവൻ ദത്താക്കിനാൻ നമ്മെ. ചാവിനവകാശത്തിൽ നിന്നതിദയാൽ ദേവൻ ദത്താക്കിനാൻ നമ്മെ. ശാപം അകന്ന പൂവാനങ്ങളിൽ സദാ. ശാപം അകന്ന പൂവാനങ്ങളിൽ സദാ. മേവുന്നതിനിത്യ വീര പൂമാങ്കളിന്നു ദേവജന സമാജമേ. നിങ്ങളേറ്റം ജീവനാഥനെ സ്തുതിപ്പി. നിങ്ങളേറ്റം ജീവനാഥനെ സ്തുതിപ്പി. നിങ്ങളേറ്റം ജീവനുള്ളും ദിവ്യ ജീവ മൃതമാം യേശു ജീവൻ. അരുളും ദിവ്യ ജീവ മൃതമാം യേശുദേവൻ. നമ്മുടെ മധ്യമേവും നദിനാൽ നിത്യം ദേവജന സമാജമേ. നിങ്ങളേറ്റം ജീവനാഥനെ സ്തുതിപ്പി. നിങ്ങളേറ്റം ജീവനാഥനെ സ്തുതിപ്പി. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടിരിക്കണേ. ഞാനിത് ക്രമീകരണം ഒന്ന് വരുത്തിയത്, ഇനിയും ശ്രദ്ധയോടിരിക്കുക. ഇതിനിടയ്ക്ക് പിന്നെ ഇനിയും സ്തോത്രം നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ പിന്നെ ആയുധത്തിൻ്റെ ശബ്ദമൊന്നും കേൾക്കരുത്. അപ്പം അതിനാ എല്ലാവരും ഓർഡറായിട്ട് നിങ്ങൾ വർത്താനം പറയരുത് കേട്ടോ. അമ്മാര് ഒത്തോണ്ടാ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ ഭക്തനായ മനുഷ്യനായിരുന്നു യോബ്. നേരുള്ളവൻ, നിഷ്കളങ്കൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ. 7-3 10 പിള്ളേരുടെ പിതാവ്. 15,000 വരുന്ന മൃഗസമ്പത്ത്. പരമഭക്തനാ. അപ്പോൾ യോബിന്റെ ഒരു വിശേഷത ഇന്നലെ നമ്മൾ അവിടെ ചിന്തിച്ചു നിർത്തിയത്, വലിയ ധനേഢ്യനുമാ, തികഞ്ഞ ദൈവഭക്തനുമാ. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശേഷത സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല ദൈവഭക്തിയാ. നമ്മുടെ ഇടയിൽ ചിലർക്ക് കാശുണ്ടെങ്കിൽ പിന്നെ ഭക്തി കുറവാ. എല്ലാം ഉണ്ടല്ലോ, പിന്നെ അത്യാവശ്യം ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചങ്ങ് പോകുന്നതേ ഉള്ളൂ. എന്നാൽ യോബ് അങ്ങനല്ല, പരമഭക്തനായിട്ടാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭക്തിയുടെ വേറൊരു വൈശിഷ്ട്യം, വിരുന്നുനാളുകൾ വട്ടം കൂടുമ്പോൾ യോബ് പിള്ളേരെ എല്ലാം വീട്ടിൽ വിളിച്ച് ഒന്നിച്ച് കൂട്ടും. മക്കളെല്ലാം കൂടെ ഒന്നിച്ച് കൂടും. കൂടിയേച്ച് കേക്ക് മുറിച്ച് അപ്പച്ചന്റെ വായി വെക്കുവോ, കേക്കിന്റെ പീസ് എടുത്ത് അമ്മച്ചിയുടെ വായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുവോ, ബലൂണെല്ലാം വീർപ്പിച്ച് തോരണമെല്ലാം തൂക്കി മെഴുകുതിരി എല്ലാം കത്തിച്ച് ആഘോഷമല്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി കാണും. അല്ല, കാശ് കൂടുമ്പോ ഇപ്പൊ അതാ മിക്കയിടത്തും നടക്കുന്നേ. പണ്ട് ഗതികേട് പിടിച്ച് കിടക്കുകയായിരുന്നു. വീടില്ല, കൂടില്ല, വണ്ടി സൈക്കിള് പോലും ഇല്ല, കയറി കിടക്കാൻ ഇടവുമില്ല. പനയോല കൊണ്ടുള്ള മേഞ്ഞ വീടൊക്കെയാ. പനയോല ഇവിടൊക്കെ ഈ എങ്ങനെ തെങ്ങോല, തെങ്ങും പനയോലയൊക്കെ കൊണ്ടാക്കി. ഹൈ റേഞ്ചിലൊക്കെ പുല്ല് മേച്ചപ്പുല്ല്. ആ സ്ഥിതിക്കെല്ലാം ദൈവം മാറ്റം വരുത്തി.
അന്ന് ഇങ്ങനെയുള്ള ആഘോഷങ്ങളോ ചടങ്ങോ ആചാരങ്ങളോ ഒന്നുമില്ല. ഇപ്പം പിള്ളേരൊക്കെ പേർഷ്യയിലും ഒക്കെ പോയി, ലണ്ടനിലും അമേരിക്കയിലും കാനഡയിലും ഒക്കെ പോകട്ടെ, അതിന് എതിരല്ല, പോയി. ഇപ്പൊ ഇച്ചിരി പത്ത് പുത്തനൊക്കെ ആയി, പഴയ പരുവക്കേടല്ല മാറി. അന്നേരം ഇപ്പം പലവിധമാകുന്ന ആഘോഷങ്ങളും ഇതിനകത്ത് വന്നു കൂടി. അപ്പോൾ ഇയ്യോബിന് ഈ സമ്പത്ത് ധാരാളമുണ്ട്. സമ്പത്ത് കണ്ടമാനം വന്നപ്പോൾ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ആഘോഷം നടത്തുകയല്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധന നടത്തുക. പ്രൈസ് ദി ലോർഡ്. ആഘോഷമല്ല ഇയ്യോബ് നടത്തുന്നത്, ഇയ്യോബ് ആരാധനയാണ് നടത്തുന്നത്. അങ്ങനെയല്ലോ അടുത്ത വാക്യം വായിച്ചേ, വിരുന്നുനാളുകൾ വട്ടം കൂടുമ്പോൾ. വായിച്ചേ മോളെ. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ. ഒന്നുകൂടെ വായിച്ചോ. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷെ എന്റെ പുത്രന്മാർ പാപം ചെയ്ത്, പിള്ളേര് വല്ലതും പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും, ഹൃദയം കൊണ്ട് ദൈവത്തെ ത്യജിച്ചു കളഞ്ഞോ ഇന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ആളയച്ചവരെ വരുത്തി, ആളയച്ച് മക്കളെ എല്ലാം കൂടെ വീട്ടിൽ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന് രാവിലെ എഴുന്നേറ്റ്. ഇതൊക്കെയാ ഗുണം പിടിക്കാനുള്ള വഴി. 8:30 എഴുന്നേൽക്കുകയല്ലോ, 8:45 അതിരാവിലെ തിരുസൻ 8:30 അതിരാവിലെ. പണ്ടൊക്കെ പെന്തിക്കോസുകാരുടെ വീടിന്റെ വാതിലിൽ കൂടെ വെളുപ്പിനെ പോയാൽ ഇത് പാട്ട് കേൾക്കാം. മനമേ പക്ഷി ഗണങ്ങൾ, അതിരാവിലെ തിരുസന്നിധി, പിന്നെ ഏതൊക്കെയാ, സൗന്ദര്യത്തിന് പൂർണ്ണതയാകുന്ന പിന്നെ ഉഷകാലം. അതിന്ന് കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ ഉഷകാലം വന്ന്. എങ്ങനെയാന്ന് പോലും അറിയാൻ മേല. ഉഷയെ കണ്ടിട്ടുണ്ട്. ഉഷകാലനെയും കണ്ടിട്ടുണ്ട്. അതിലെ ഉഷ പറഞ്ഞു, ഈ കാലന്റെ കൂടെ വന്നതാ എനിക്ക്. പുള്ളി ഉഷേനെയും കണ്ടു. ഉഷ അല്ല, ഒന്നിച്ചു ഉഷകാലം. പിന്നെ ഏത് പാട്ടാ? ഇത്രയിലും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. ഇന്ന് വെളുപ്പിനെ പെന്തിക്കോസുകാരുടെ വീടുകളിൽ കൂടെ പോയാൽ എല്ലാ വീട്ടിലും വന്നു ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കത്തില്ല. തന്നെ ഇപ്പൊ ഇങ്ങനത്തെ പാട്ടുകൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയാം. ഇപ്പൊ പിള്ളേർക്കെല്ലാം ഡപ്പാക്കൂത്ത് പാട്ടാ. വെളുപ്പിനെ എഴുന്നേറ്റ് പാടുന്ന കേട്ടാ നമുക്ക് ഈ പ്രഭാതത്തിൽ പാടേണ്ട പാട്ടുകളുണ്ട്. എനിക്കതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലെങ്കിലും അതിനെപ്പറ്റി അറിവുള്ളവര് പറഞ്ഞു തരുന്നത്, ഈ നമ്മുടെ കേരളത്തിലെ അല്ലെ കർണാടക സംഗീതത്തോട് ബന്ധപ്പെട്ട് പാട്ടുകൾ പാടുമ്പോൾ അതിനെപ്പറ്റി അറിവുള്ളവർ പറയുന്നത് രാവിലെ പാടുന്ന രാഗം തന്നെ വ്യത്യാസമാണെന്ന. ഭൂപാള രാഗമെന്ന, അല്ലയോ മനെ? അതുങ്ങളും പാടുന്നല്ലാതെ. അപ്പം രാഗം തന്നെ അങ്ങനെ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ അത് പാടുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിൽ വരാം. അപ്പൊ എന്തായാലും ഇയ്യോബ് വിരുന്നുനാളുകൾ വട്ടം കൂടുമ്പോൾ പിള്ളേര് ദൈവത്തിൽ നിന്ന് അകന്നു പോയോ, ദൈവകൃപയിൽ നിന്ന് അകന്നു പോയോ എന്ന് അറിയാത്തത് കൊണ്ട് പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടും. നന്ന രാവിലെ എഴുന്നേക്കും. ഞാൻ ദൈവമക്കളോട് പറയും, നന്ന രാവിലെ എഴുന്നേക്കണം. എവിടെയെങ്കിലും കല്യാണത്തിന് പോവുകയാണെന്ന് പറയുകയാണെങ്കിൽ രാവിലെ എഴുന്നേക്കുക എന്നല്ല, വൈകിട്ട് ഉറക്കമില്ലല്ലോ. തേച്ച തുണി പിന്നെയും തേച്ച്, എടുത്ത് വെച്ചത് പിന്നെ എടുത്ത് രാത്രി ഒന്നുകൂടെ നോക്കി, അച്ചായ ഞാനിത് ഉടുത്താൽ മതിയോ അച്ചായ? ഉറക്കമില്ല. ഉറങ്ങുന്ന കൊച്ചിന് കിടക്ക് എഴുന്നേക്ക്. എന്താ ഈ ചൂടും ചുണയും? രാവിലെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നേലോ, നീ എന്നേ ഗുണമായേനും, നിന്റെ കുടുംബം എന്നേ രക്ഷപ്പെട്ടേനും. അല്ലേ? വണ്ടിക്കാരൻ 5:30 വരാന്ന് പറഞ്ഞ് അവനെ എങ്ങാനും താമസിച്ച അവന് സ്വസ്ഥത കൊടുക്കുകയല്ല. അല്ലേ? അവന് ചവിട്ടി വിട്ടു വരിക. പെട്ടെന്ന് വന്നില്ലേ എൻ്റെ തനിനിറം? ഇത് രാവിലെ ദൈവസന്നിധി ഇരിക്കുന്നതിന് ഈ ചൂടുണ്ടായിരുന്നല്ലോ, എന്നേ നീ കയറിപ്പോയേനും. ദൈവത്തിന് മഹത്വം. ഇടയ്ക്ക് ഒരു ചിന്തയ്ക്ക് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇയ്യോബ് നന്നായി രാവിലെ എഴുന്നേക്കും. ദൈവമക്കൾ അബ്രഹാം നന്നായി അതിരാവിലെ എഴുന്നേറ്റെന്ന, അധികാലത്ത്. യോശുവായും അധികാലത്ത് എഴുന്നേറ്റെന്ന. അങ്ങനെ പിതാക്കന്മാരെല്ലാം അധികാലത്ത് എഴുന്നേക്കും.
സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റിയും വായിക്കുന്നത് ഉറക്കെ പറ. നന്നാ രാവിലെ എഴുന്നേറ്റ് അവൾ മൊബൈലിലെടുത്ത്, അങ്ങനെയാണോ? പിന്നെ ഉറക്കെ സഹോദരിമാര് പറ, ഉറക്കെ പറ. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് അമ്മായിമ്മയായിട്ട് കുസ്തി തുടങ്ങും. അങ്ങനെയൊന്നുമല്ല. വീട്ടിലുള്ളവർക്ക് ആഹാരവും കൊടുക്കും, വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കും. പിന്നെ നന്നാ രാവിലെ എഴുന്നേക്കണം. അപ്പൊ യോബ്, നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. അധികാലത്ത് എഴുന്നേറ്റ് നന്നാ രാവിലെ എഴുന്നേറ്റ് ഈ തലമുറയ്ക്ക് എണ്ണത്തിനൊത്ത് യാഗം കഴിക്കുന്ന വായിച്ചേ മോളെ. നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഇവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഹോമയാഗങ്ങളെ കഴിക്കണം. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. നീ നന്നാ രാവിലെ എഴുന്നേറ്റ് നിന്റെ വീട്ടിലുള്ളവരുടെ പേരും പറഞ്ഞ്, വേണ്ടപ്പെട്ടവരുടെ പേരും പറഞ്ഞ്, ദേശത്തുള്ളവർക്ക് ആമേൻ വേണ്ടി പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഉപദേശമാരോടും പറയാം, സഭയിലുള്ള വിശ്വാസികളുടെ എല്ലാം പേരുകൾ പറഞ്ഞ് നന്നാ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അതിന് താല്പര്യമില്ലെങ്കിൽ നാടൻ ഭാഷ പറഞ്ഞ് പണി നിർത്തിയേച്ച് വേറെ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത്. പൂണന്റെ തീറ്റി തിന്നേച്ച് കയറി കിടന്നേച്ച് രാവിലെ പ്രാർത്ഥിക്കുകയില്ല. വിശ്വാസികളുടെ പേര് പോലും അറിയാൻ മേലാത്ത ധാരാളം എണ്ണമുണ്ട്. സ്തോത്രം. നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നന്നാ രാവിലെ, ഒന്നുകൂടെ വായിച്ചോ മോളെ. നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ അവരുടെ സംഖ്യ 10 എണ്ണമുണ്ട്. 10 എണ്ണത്തിനെ ഓർത്ത് സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഹോമയാഗം കഴിക്കും. ആണ് ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അപ്പോൾ യോബിന്റെ വിശേഷത ഇതാ. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടുകിടന്നവൻ. ഇതൊക്കെ ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കും. തലമുറയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. വിശേഷിച്ച് പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുന്ന അത് നല്ല കാര്യമാണ്. നേഴ്സിംഗ് നല്ലതാ. കാനഡയിൽ പഠിക്കാൻ വളരെ നല്ലതാ. ന്യൂസിലൻഡിൽ അതൊക്കെ നല്ല കാര്യമാണ്. അതിലെല്ലാറ്റിലും ഉപരി കുഞ്ഞുങ്ങളുടെ ആത്മീയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മറ്റൊന്നും ലഭിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധി വിട്ടെങ്ങും പോകരുത്. കാനഡയിൽ പോയില്ലെങ്കിലും കുഞ്ഞുങ്ങൾ നിന്റെ സന്നിധിയിൽ നിന്ന് പോകരുത്. ന്യൂസിലൻഡിൽ ചെന്നില്ലെങ്കിലും അവർ നിത്യതയിലെത്തണം. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്ക് ഭാവി ഉണ്ടാകരുതെന്നോ പോകരുതെന്നല്ല. എല്ലാ കുഞ്ഞുങ്ങളും നന്മകളും അഭിവൃദ്ധിയും പ്രാപിക്കട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ അവരെല്ലാം ആത്മീയത്തിൽ തികവുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്നാ രാവിലെ കിടന്നിട്ട് ഹോമയാഗം കഴിക്കുന്ന പതിവ് ഇയ്യോബിനുണ്ട്. ഇയ്യോബ് ഇങ്ങനെ പരമഭക്തനായിട്ട് ജീവിക്കുക, നല്ല ഭക്തനായ മനുഷ്യൻ. ഈ പരമഭക്തിയോടെ ജീവിക്കുന്ന ഇയ്യോബിനെ ഒരിക്കലെ ഈ ദൈവപുത്രന്മാരെല്ലാം ദൈവസന്നിധി നിൽക്കുക. ആ കൂട്ടത്തിൽ ആര് ചെന്നു? സാത്താനും ചെന്നു. എവിടെ ചെന്നു? സ്വർഗത്തിൽ ചെന്നു. സ്വർഗത്തിൽ ചെല്ലാവോ? ഷാജിന് സ്വർഗത്തിൽ ചെല്ലാവോ എന്ന് ഇല്ലേ? പുള്ളി ഡെയിലി വായിച്ചു വരിക. നമ്മൾ എത്രയോ വർഷമായിട്ട് ഒരാൾ പറഞ്ഞു ഞാൻ സ്വർഗം ഒന്ന് കണ്ടെന്ന്. അത് എത്രയോ വർഷം കഴിഞ്ഞാ ഒന്ന് ഷാജ് എന്നും പോയിച്ചു വരിക. ഷാജിന് പോകാം, വരികയും ചെയ്യാം. ഇപ്പം ഇനി അവനെ അവിടെ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റുന്ന സംഭവം വെളിപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ട്. പിന്നെ സ്വർഗത്തിലൊരു യുദ്ധം ഉണ്ടായി. മീഖായരും അവൻ്റെ ദൂതന്മാരും പടവെട്ടി. അവരെ ജയിച്ചില്ല. ആ പിശാചിനെ വെട്ടി പിന്നെയും താഴോട്ടിട്ടു. പിന്നെ സ്വർഗത്തിൽ അവൻ്റെ സ്ഥലം കണ്ടില്ലെന്ന. അപ്പൊ അതുവരെ പോവുകയും വരികയും ചെയ്യാം. നമ്മൾ ഓർക്കുന്ന ഹോളിനകത്ത് തന്നെ യായു കയറിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വിഷയം അല്പം ദൈവോത്തരന്മാരെല്ലാം ചെന്ന കൂട്ടത്തിൽ സാത്താനും ചെന്നു. അപ്പൊ എൻ്റെ ചിന്തയിലെ അന്ന് ദൈവസന്നിധിയിൽ എല്ലാവരുടെ വട്ടം കൂടിയപ്പോൾ അവര് സാക്ഷ്യമൊക്കെ പറഞ്ഞപ്പോൾ ഇയ്യോബ് അന്നത്തെ സബ്ജക്റ്റ്. ഇയ്യോബിനെ പറ്റി നല്ല നിലയെ സാക്ഷിച്ചു. ദൈവവും ദൂതന്മാരുമല്ല ഇയ്യോബിനെ പറ്റി നല്ല നിലയെ സാക്ഷിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ
കാശുണ്ടെങ്കിലും പുള്ളിക്ക് അതിൻ്റെ ഹുങ്കും മുഷ്കും ഒന്നുമില്ല. പക്വതനാ, നന്നാ രാവിലെ എഴുന്നേക്കും, പിള്ളേരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും, ഹോമയാഗം കഴിക്കും, അല്ലെങ്കിൽ ആരാധിക്കും, പ്രാർത്ഥിക്കും. നല്ല മനുഷ്യനാ, നിഷ്കളങ്കനാ, നേരുള്ളവനാ, ദൈവഭക്തനാ, ദോഷം വിട്ടുകലന്നവനാ, നല്ല മനുഷ്യനാ. ഇങ്ങനെയൊക്കെ ഇയ്യോബിനെ പറ്റി നല്ല സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് പിശാച് നിൽക്കുക. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഈ സാക്ഷിയും പ്രബോധനം എല്ലാം തീർന്നപ്പം പിശാച് പയ്യ എഴുന്നേറ്റു. അങ്ങനെയാണല്ലോ പിശാച് പ്രവർത്തിക്കുന്ന. സഭയിലും അങ്ങനല്ലേ, ആരാധനയും പ്രാർത്ഥനയും എല്ലാം തീരുമ്പോഴാ വഴക്കുണ്ടാക്കാൻ എഴുന്നേക്കുന്നത്. അത് പിശാചിൻ്റെ തന്ത്രമാണ്. നമുക്കെന്നാ വഴക്കുണ്ടാക്കി വെച്ച പ്രാർത്ഥിക്കാമെന്ന് ഇന്ന് വരെ സഭയെ പറഞ്ഞിട്ടില്ല. നമുക്ക് വഴക്കുണ്ടാക്കിയ ചിലർ കൂടെ പ്രാർത്ഥിക്കാമെന്ന് ആരും പറയും. വഴക്കുണ്ടാക്കാൻ വരുന്നവനും ആദ്യം വന്ന് മിണ്ടാതിരിക്കും. ആദ്യത്തെ പ്രാർത്ഥന 2 പാട്ട് അവനും കൈയടിക്കും. കർത്തൃമേശം ഉണ്ടെങ്കിൽ അതും ഒരു കഷണം എടുത്ത് വിഴുങ്ങി എലി വിഷം തിന്നതുപോലെ ഇവനും ഇരിക്കും. ഇതെല്ലാം കഴിയുമ്പോൾ ഒടുവിലായി ഇവൻ വഴക്കിന് എഴുന്നേക്കുന്നത്. പിശാചും അങ്ങനെ തന്നെ. ഈ യോബിനെ പറ്റി നല്ല നില സാക്ഷ്യമെല്ലാം പറഞ്ഞ് നല്ല അവതരണമെല്ലാം നടത്തി കഴിഞ്ഞപ്പോൾ ഒടുവിൽ സാത്താൻ എഴുന്നേറ്റു. അവൻ പറഞ്ഞ, ആഹാ, നിങ്ങളെല്ലാം പറയുന്നു യോബ് പക്വതനാ, നിർമ്മലനാ. അതൊക്കെ അവനിങ്ങനെ പക്വതയോടെ പ്രാർത്ഥിച്ചു ആരാധിച്ചു സ്തോത്രം ചെയ്തു ഇരിക്കുന്ന എന്നാന്നറിയാമോ? അതെന്നാ യോടി, നീ അവന് ചുറ്റും വേലി കെട്ടി വെച്ചിരിക്കുക. അതുകൊണ്ട് അവൻ ഈ സ്തോത്രം പറയുന്നത്. അല്ലെങ്കിൽ വേലി ഒന്ന് പൊളിച്ച് എന്നാലും അറിയാൻ കാര്യം. പലരും അങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അവരൊക്കെ സ്തോത്രം പറയുന്നത് അവർക്ക് കുഴപ്പമൊന്നും ഇല്ല. ആര് പറഞ്ഞു കുഴപ്പമില്ലെന്ന്? അവരൊക്കെ ആരാധിക്കുകയും കൈയടിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒരു കുഴപ്പവും. അയ്യോ, കുഴപ്പമുള്ളവരാ നന്നായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. കഷ്ടതയും പ്രയാസവും ശോധനകളും ഉള്ളവരാ ദൈവത്തെ ആരാധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കഷ്ടത്തിലായി നമുക്ക് ഗുണമാ, ചട്ടങ്ങൾ പഠിപ്പാനിടയാകും. ഈ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുന്നത് നമുക്ക് നല്ലതിനാണ്. അപ്പോൾ പിശാചി പറഞ്ഞു, അവനിങ്ങനെ സ്തോത്രം ചെയ്തും പ്രാർത്ഥിച്ചും ആരാധിച്ചും ഒക്കെ ഇരിക്കുന്നത് പക്വതനായിട്ടൊന്നുമല്ല. നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സ്തോത്രം പറയുന്നത്. വേലി ഒന്ന് പൊളിച്ച് എന്നറിയ അവൻ്റെ തനിനിറം. അപ്പൊ ദൈവം പിശാചിനോട് പറഞ്ഞത് 1:12 വായിച്ചേ മോളെ. ദൈവം സാത്താനോട്, ഉടനെ ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ, അങ്ങനെ ആണെങ്കിലത്തെ ഇതാ അവനുള്ളതെല്ലാം നിന്റെ കയ്യിലിരിക്കുക. അപ്പൊ പിശാച് പറഞ്ഞതിന്റെ ആശയം, അവനിങ്ങനെ പ്രാർത്ഥിച്ചു ആരാധിച്ചു സ്തോത്രം ചെയ്തും നന്നാ രാവിലെ എഴുന്നേൽക്കുന്നതും ആരാധിക്കുന്നതും യാഗം കഴിക്കുന്നതും പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടുന്നതും ഹോമയാഗം കഴിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ കാശുള്ളത് കൊണ്ടാണ്. കണ്ടമാനം കാശ് 15,000-ൽ പരം വരുന്ന മൃഗസമ്പത്തുള്ളത് കൊണ്ടാണ് പുള്ളി ഇങ്ങനെ ഹല്ലേലൂയ പറയുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളെ പറ്റി അങ്ങനല്ലേ പറഞ്ഞത്, ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം കിടന്ന് അലയ്ക്കുന്നത്. തിരിച്ചു പോകുന്ന വണ്ടിക്കൂലി എങ്ങനെയാണെന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓട്ടോക്കാരന് കാശ് എങ്ങനെയാ കൊടുക്കുന്നോർത്ത് ഭാരപ്പെട്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കുന്ന എങ്ങനെയാണെന്നോർത്ത് മനോദുഃഖത്തോടിരിക്കുന്നവർ ഇതിനകത്ത് കാണും. വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തവർ ഇതിനകത്ത് കാണും. ഇങ്ങോട്ട് വന്നപ്പം വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല, ചരിച്ചിട്ടേച്ച് 4 അടി അടിച്ചപ്പോഴാണ് ചെറുതായിട്ടൊന്ന് ഇനി തിരിച്ചെങ്ങനെയാ പോകുന്നെന്നുള്ള ചിന്താഭാരത്തോടിരിക്കുന്നവർ ഇതിനകത്ത് കാണും. സ്തോത്രകാഴ്ച ഇനിയും ഉണ്ട്, എങ്ങനെയാ ഇടുന്നത് ഇല്ലല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്നവരും ഉണ്ട്. ഇവരാണെങ്കിൽ കുറച്ചുകൂടെ ആൾ വരട്ടെന്നോർത്താണ് ഇത് വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഇതിനകത്ത് കാണും. പക്ഷേ അതൊന്നും നിന്നെ തളർത്തിക്കളയരുത്. ഗോശാലകളിൽ ചിലപ്പോൾ കന്നുകാലി കണ്ടെന്ന് വരികയില്ല, അതിഭൂത്തെന്നും തളർത്തെന്നും വരികയില്ല, മുന്തിരിയിൽ ഫലം കണ്ടെന്നും വരികയില്ല. പക്ഷേ യഹോവയിൽ ആനന്ദിച്ചോണം. എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എന്റെ ഉള്ളം യാഗിൽ പ്രശംസിച്ചിടുന്നു, എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു, എന്റെ മനസ്സ്. ഓ ഞാൻ യഹോവയെ എല്ലാ നാളിലും മാറ്റിയിടും, തൻ സ്തുതിയെപ്പോഴും ഞാൻ. ഓ ഞാൻ യഹോവയെ എല്ലാ നാളിലും മാറ്റിയിടും. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ ശ്രദ്ധിക്കുക, പിശാച് പറഞ്ഞ അവൻ ഈ സമ്പത്തല്ല ഇഷ്ടം പോലുള്ളത് കൊണ്ട് അവനിങ്ങനെ സ്തോത്രം പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് പോകട്ടെ, എന്നാലും അറിയാം അവന്റെ തനിനിറം. അവൻ നിന്നെ ത്യജിച്ചു പറയും.
പിശാച് ഒപ്പിക്കുക. അപ്പൊ ദൈവം പറഞ്ഞതാണ് 12-ാം വാക്യം വായിച്ചേ മോളെ. ദൈവം സാത്താനോട്, ഉടനെ പിശാചിനോട് ദൈവം പറയുക, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. എനിക്ക് ചുമതലപ്പെട്ടവർ 2 പേര് ഈ പ്രസംഗപീഠം ആ മൂലയിലോട്ട് മാറ്റി വെക്കണം. കാരണം എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം, ഇവരും എന്നോട് സഹകരിക്കുന്നുണ്ടോ എന്നറിയണം. അതോ മസിൽ പിടിച്ചിരിക്കുകയാണോ, തുറച്ചു നോക്കിയിരിക്കുകയാണോ എന്ന് എനിക്ക് കാണണം. അപ്പം ഞാനിവിടെ വരാം. അപ്പം എന്തൊന്നും പിടിക്കുന്നത്, അങ്ങോട്ട് പിടിച്ചു. ആ കാപ്പി എടുത്തോ, വെള്ളം എടുത്തോ. കാരണം എനിക്ക് ഇവരെ കാണണം. അമ്മ ആ കസേര ഇവിടെ വന്നിരുന്നു, ഫ്രണ്ട് വന്നിരുന്നു, ഇങ്ങോട്ട് ഇരുന്നോളാം. സ്ഥാനക്കയറ്റം തരിക അവിടോട്ട്. ചിലപ്പോൾ ഞാനിതിലെ ഇറങ്ങിയെന്ന് വരും. പുള്ളിക്കറിയാം, പുള്ളി ഇന്നലെ കണ്ട. അപ്പം എനിക്ക് ഇവരെ ഇടയ്ക്കിടയ്ക്ക് കാണും. ഈ ചില സ്ഥലങ്ങളിൽ യോഗത്തിന് എന്നാൽ സ്റ്റേജിൽ ഇരിക്കുന്നവരാരും സ്തോത്രം പറയുകയല്ല, ഇങ്ങനെ ഇരിക്കും. അപ്പം അത് നടക്കുകയല്ല. ഞാനും അവരും എല്ലാവരും ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. സ്തോത്രം. നിങ്ങളും നമ്മൾ ഒന്നിച്ചാ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇയ്യോബ് ഈ സ്തോത്രം പറയുന്നതും ആരാധിക്കുന്നതും ഇവനിങ്ങനെ ദൈവത്തെ ഭജിക്കുന്നത് ഭക്തനായിട്ടൊന്നുമല്ല, പിന്നെ ഇഷ്ടം പോലെ കാശുള്ളത് കൊണ്ടാണ്. നാട്ടുകാർ നമ്മളെ പറ്റിയും പറയുന്നില്ല, ഇവനൊക്കെ ഇഷ്ടം പോലെ കാശ് കിട്ടുന്നുണ്ട്. പക്ഷെ പണ്ട് പറയുമായിരുന്നു, കണ്ണടച്ച് ഫോട്ടോ എടുക്കും, എന്നിട്ട് അമേരിക്കയിൽ കൊള്ളാം, പ്രാർത്ഥിക്കാൻ പോലും ഒരെണ്ണം കണ്ണടക്കുകയല്ല. പിന്നെ ഭാഷമാർ പറയുക പ്രാർത്ഥിക്കാം, ഉടനെ കണ്ണ് നോക്കുക. ആര് കണ്ണടയ്ക്കാന്? അയ്യോ, പ്രാർത്ഥിക്കുന്നത് തന്നെ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാരുണ്ട്. ഞങ്ങൾക്ക് 1-2 പാസ്റ്റർമാരുണ്ട്, പ്രാർത്ഥിക്കാൻ കണ്ണു തുറന്നാ പ്രാർത്ഥിക്കുന്നത്. ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നതിനിടെ കണ്ണു തുറന്നു നോക്കും. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ ദൈവമേ, ദൈവത്തെ നോക്കുകയായിരിക്കും. പിന്നെ ആ ഫോട്ടോയ്ക്ക് അപ്പൊ ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. അത് പോട്ടെ. അപ്പോൾ പിശാച് പറഞ്ഞു, അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നതും സ്തോത്രം പറയുന്നതും ആരാധിക്കുന്നതും യാഗം കഴിക്കുന്നത് അവൻ ദൈവത്തെ ഭയം ഉണ്ടായിട്ടോ ദൈവത്തോട് സ്നേഹം ഉണ്ടായിട്ടല്ല. അവന് ഇഷ്ടം പോലെ കാശുണ്ട്, സമ്പത്തെ തൊടുമ്പോൾ അറിയാം അവന്റെ ആത്മീയം. ഉടനെ ദൈവം പറഞ്ഞത് 12-ാം വാക്യം വായിച്ചോ മോളെ. ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെ. അങ്ങനെയാണെങ്കിൽ പിശാച് ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാ ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക മുഴുവനും. 7 പുത്രന്മാരും 3 പുത്രിമാരും 500 കാളയും 500 പെൺകിടതയും 7000 ആട് 3000 ഒട്ടകവും ഒക്കെ ഉണ്ടല്ലോ, അത് മുഴുവൻ നിന്റെ കയ്യിൽ തരിക. ഇതാ അവനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക. അടുത്ത വാക്യം, അവന്റെ മേൽ മാത്രം. പിന്നെ ഒരു കാര്യം, അവൻ ഇയ്യോബിനുള്ളത് മുഴുവൻ നിന്റെ കയ്യിലോട്ട് തരിക. പിന്നെ ഒരു കണ്ടീഷൻ, ഒരു കാര്യം പറയാം, അവന്റെ മേൽ കൈവച്ചേക്കരുത്. കാരണം സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരവും നമ്മുടെ കർത്താവിനാ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, അവനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവന്റെ മേൽ കൈവെക്കരുത്. ദൈവ പൈതലേ, ദൈവം പറയാൻ ആരും നിന്നെ തൊടുകയല്ല. ദൈവം അനുവദിക്കാൻ ഒരുത്തനും നിന്നെ തൊടുകയല്ല. ഒരു പോറൽ പോലും നിനക്ക് വരുത്തത്തില്ല. ഒരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ അവൻ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പരക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനുമില്ല. ശത്രു ഒരു വഴി കടന്നു വരും, 7 വഴി ചതറിപ്പോകും. തേനീച്ച പോലെ വരുന്ന വൈരിയെ മുൾത്തി പോലെ ദൈവം കെടുത്തും. ഇന്ന് രാത്രി നീ ബലപ്പെട്ട് കടന്നു പോകണം. വേറെ ഒരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയില്ല. അടമന ജലപടപതല ശൈതൽ. ഇന്ന് രാത്രി ബലപ്പെട്ട തിരിച്ചു സിയോൻ സംഘത്തിലുള്ളവരോടും കൂടപ്പെട്ടവരോട് പറയുക, ദൈവം അനുവദിക്കാതെ ഒരുത്തനും നിന്നെ തൊടുകയില്ല. സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരവും യേശുവിനാ. അവിടുന്ന് മാത്രമാണ് അധികാരി. അവിടുത്തേക്ക് മാത്രമാണ് സകലത്തിന്റെ മേലും അധികാരം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ.
പിശാചിനോട് ഞാൻ പറഞ്ഞു, യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിൽ അങ്ങ് തരിക, മുഴുവൻ തരുക. പക്ഷെ അവന്റെ ദേഹത്ത് തൊട്ടേക്കരുത്. വടിവാളൊക്കെ എടുത്ത് വീശും, പക്ഷേ ദൈവം അറിയാതെ തൊടുകയല്ല. കറക്കിയൊക്കെ കാണിക്കും, അവിടെ കറക്കി നിൽക്കേ ഉള്ളു. സ്തോത്രം. രാത്രിയിൽ നമ്മുടെ കർത്താവിനെ പിടിക്കാൻ വാളും വടിയും തീവട്ടിയും ബന്ധങ്ങളും ഒക്കെ ആയിട്ട് കയറി വരിക. കർത്താവ് നിങ്ങൾ ആരെയാ അന്വേഷിക്കും? നസറേനാകുന്ന യേശു, അത് ഞാനാ, അവരെ വിടും. കർത്താവ് പറഞ്ഞു, ഞാൻ ദിവസേന ദൈവാലയത്തിൽ വന്ന് നിങ്ങൾ എന്നെ അന്നേരം പിടിക്കാൻ ഞാൻ ടൈമായില്ല. ടൈമായെങ്കിലേ നിന്നെ തൊടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തനെ നിന്റെ മുന്നിൽ നിൽക്കുകയല്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇയ്യോബിനുള്ളതെല്ലാം നിന്റെ കയ്യിലോട്ട് തരിക, പക്ഷെ അവന്റെ മേൽ മാത്രം തൊട്ടേക്കരുതെന്ന്. എന്റെ ചിന്ത ഇത് കേട്ടപ്പം പിശാചിന് ഭയങ്കര സന്തോഷിക്കാൻ കാരണം, ആട്ടെ ഇയ്യോബിനെ തൊട്ടില്ലെങ്കിലും അവനുള്ളതെല്ലാം ഒന്ന് തൊടാമല്ലോ. അവനെ തൊട്ടില്ലെങ്കിലും വേണ്ട, അവനുള്ളതെല്ലാം ഒന്ന് അങ്ങനെ പിശാച് സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനുള്ളതെല്ലാം അങ്ങ് തൊട്ടു. എന്തൊക്കെയാ തൊട്ടത്? മോളെ 13-ാം വാക്യം മുതൽ വായിച്ചേ. ഒരു ദിവസം ഇയ്യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് കാളകളെ പൂട്ടുകയും പെൺകിടകൾ അരിഞ്ഞ് മേഞ്ഞുകൊണ്ടിരുന്ന് പെട്ടെന്ന് ശബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോയി വേലക്കാരെ വാളിന്റെ വായ്ത്തലേക്ക് വെട്ടിക്കൊന്ന് വിവരം തന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചു പോന്നു. ഇത് പറഞ്ഞപ്പോ വേറൊരുത്തൻ ഓടി വന്നു. വായര് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിന്റെ ആകാശത്ത് നിന്ന് വീണ് കത്തി വേലക്കാരും ബാലക്കാരും എല്ലാം ഇരയായി തീർന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം വഴുതി പോന്നു. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ വന്നു. വായിര് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽദയർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടിക്കൊന്നു. വിവരം തന്നെ അറിയിപ്പാൻ ഞാനൊരുത്തം മാത്രം വഴുതി പോന്നു. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ വന്നു. വായിര് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. പെട്ടെന്ന് മരുഭൂമിന്നൊരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ 4 മൂലയ്ക്ക് മടിച്ച് പുരയെല്ലാം കൂടെ മറിഞ്ഞു കൊച്ചുങ്ങളുടെ പുറത്ത് വീണു. കൊച്ചുങ്ങൾ 10 ചത്തെന്നാ സാരം അല്ലേ? അവർ മരിച്ചുപോയി. അത് തന്നെ ചത്തെന്ന് ഞാൻ പറഞ്ഞു. പുള്ളിക്കാരി വായിക്കാതെ വരുന്ന കൊച്ചുങ്ങളെ ചത്തതിന്റെ സങ്കടത്തിൽ ആയിക്കോട്ടെ. ചുരുക്കി പറഞ്ഞാൽ സാത്താൻ സന്തോഷിച്ച് പുറപ്പെട്ട് ഇയ്യോബിനുള്ളത് മുഴുവൻ തൊട്ടു. ഒറ്റവാക്കി പറയാം, 15,000-ൽ പരം വരുന്ന മൃഗസമ്പത്ത് മുഴുവൻ തകർത്തു. മാത്രമാണോ, തലമുറകളുടെ 10-നെയും തകർത്ത് കളഞ്ഞു. അതൊക്കെ ദൈവം അനുവദിച്ചത് കൊണ്ടാ. അതില് ദൈവം അനുവദിച്ചത് കൊണ്ടാ കേട്ടോ. നിന്റെ തലമുറ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം അനുവദിച്ചിട്ടാ, അല്ലാതെ സാത്താന്റെ കയ്യിലൊന്നും ദൈവം കൊടുക്കുകയല്ല. പിശാചിന്റെ കയ്യിൽ അമ്മാനമാടാനും ദൈവം കൊടുക്കുകയല്ല, ദൈവം അനുവദിച്ചിട്ടാ. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിക്കാതെ നിനക്കൊരു പോറൽ പോലും വരികയില്ല. ദൈവം അനുവദിക്കാതെ നിനക്കൊരു ക്ലേശവും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നല്ലതല്ല ഒന്നുമില്ല നീ നൽകും എല്ലാം നന്മയല്ലോ. നല്ലതല്ല ഒന്നുമില്ല നീ നൽകും എല്ലാം. അറിയാവുന്നവര് ചേർന്ന് പാട്. നിത്യത തന്നിലെത്തോളോ നീ നടത്തന്നെ നിൻ ഗീതം പോൽ. നിത്യത തന്നെ എന്നെ നിൻ ഗീതം പോൽ. എൻ പ്രാണനാഥൻ എന്നു വരും. എൻ പ്രാണനാഥൻ എന്നു പ്രിയരെ, ദൈവം
അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയല്ല. കാരണം സ്വർഗത്തിന് ഭൂമിയിലെ സകല അധികാരവും നമ്മുടെ കർത്താവിനാണ്. അപ്പൊ അയ്യൂബ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, തലമുറ 10 മാറ്റപ്പെട്ടു, ഈ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു. 15,000-ൽ പരം വരുന്ന മൃഗസമ്പത്ത് നശിപ്പിച്ചു. എന്റെ ഭാഷ പറഞ്ഞ വെട്ടുവാദം വന്ന കന്നാലിയെ പോലും വിട്ടില്ല, അതിനെ താട്ടി. പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ തിന്ന് വീഞ്ഞു കുടിച്ചിരിക്കുക. എനിക്ക് യോബിന്റെ പിള്ളേരെ പറ്റി ഒരു അഭിനന്ദനീയമായ കാര്യം, പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടിയല്ല 10 എണ്ണവും. നമ്മുടെ ഇടയിൽ 10 എണ്ണം 10 സഭയിലായിരിക്കും. മൂത്തവൻ ചർച്ച കൂട്, രണ്ടാമത്തവൻ IPC, മൂന്നാമത്തവൻ അസംബ്ലീസ് കൂട്, നാലാമത്തവൻ ജാരോൻ, അഞ്ചാമത്തവൻ കല്ലുമല, ആറാമത്തവൻ സിയോൺ സംഘം, ഏഴാമത്തവൻ ന്യൂ ഇന്ത്യ, എട്ടാമത്തവൻ ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച്, 9-ാമത്തവൻ ഏത് സഭയില പറ. ഷാരോനൊക്കെ പറയാം, അവന് 3-ാമത്തവൻ ഷാരോനിൽ പോയി. അത് തള്ളയാ, അത് ഞാൻ പിന്നെ പറയാം. ആ ബാപ്റ്റിസ്റ്റ് 9-ാമത്തവന് അത് പറയാന്ന്. 10-ാമത്തവൻ സിയോൻ അസംബ്ലി, അവിടെ ആന്നാ പുള്ളി പോകുന്നേ. ആയിക്കോട്ടെ, തള്ള ഇറണമുണ്ട് TPM-ലും. മൂത്തവന്റെ യോഗം അവിടെ യോഗം വെച്ചാൽ പറയും നമ്മുടെതല്ല, അവരുടെ യോഗം പോകണ്ടെന്ന് പറയും. നടുവത്തവന്റെ വീട്ടിൽ യോഗം വെച്ചാൽ യോഗം പറയും നമ്മുടെ സഭയല്ല. എല്ലാവരും കൂടെ എങ്ങോട്ട് പോകാനിരിക്കുക? അല്ല, എല്ലാവരും എങ്ങോട്ട് പോകാനിരിക്കുക? എവിടെ ആന്നേ? എവിടെ പോവാ? അത് പാട്ട് പാടുന്ന സ്വർഗ സിയോൻ പുരികിലെത്തിയിട്ട മിക്കവാറും എടാ, ആദ്യം ഇവിടെ ഒന്ന് സഹകരിക്കേ. കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ ഇവിടെ ഒന്ന് കൈ കൊടുക്ക്, സഹകരിക്കേ, കൂട്ടായ്മ കൂടെ. ഏതായാലും ഈ രാത്രി യോഗത്തിൽ പല വിഭാഗത്തിൽപ്പെട്ടവര്, പല സഭകളിൽപ്പെട്ടവര് വന്നല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്വർഗത്തിൽ അങ്ങനെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന, അവിടെയും ഇവിടെയും ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരാ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ രൂപാന്തരപ്പെട്ട് ഉയർത്തു വരുന്നവരും രൂപാന്തരപ്പെട്ട് വരുന്നവർ അവരൊന്നിച്ചാ അവിടെ ഇരിക്കുന്നത്. അവിടെ IPC-യുടെ ബോർഡില്ല, ചർച്ചോ കോഡിന്റെ ബോർഡില്ല, അസംബ്ലീസ് കോഡിന്റെ. നിങ്ങളെല്ലാരും എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു കാര്യം വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാം. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ കാണുമ്പോൾ ഒരു തുടിപ്പാ. സഭയുടെ ബോർഡ് നോക്കി അല്ല കൈ കൊടുക്കേണ്ടത്, സംഘത്തിന്റെ ബോർഡ് നോക്കി അല്ല കൈ കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാശിന്റെ മുഷ്ക് നോക്കി അല്ല കൈ കൊടുക്കുന്നത്, കളർ നോക്കിയല്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലിന്, രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ കാണുമ്പോൾ ആത്മാവ് തമ്മിൽ ഒരു അടുപ്പോ പൊരുത്തും. അതില്ലെങ്കിൽ നീ ശരിയായിട്ട് രക്ഷിക്കപ്പെട്ട ആളല്ല, നീ തട്ടിപ്പാ. രക്ഷിക്കപ്പെട്ടതല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. ഞാൻ പറയാറുണ്ട്, ദൈവമക്കളെല്ലാം കൂടെ ഐക്യപ്പെട്ട് നിന്നാൽ തന്നെ എന്തൊരു ഐക്യമാണ്. നമ്മളെ ഐക്യ കൺവെൻഷൻ ഒരെണ്ണത്തിനും ഐക്യമില്ലെന്നുള്ളതാണ് ഐക്യ കൺവെൻഷൻ. അതിൽ ഒരാൾക്കും ചില സമയം കൊടുക്കാതിരുന്ന അന്നേരം പറയും ഐക്യം. മൈക്കിന്റെ ചാൻ്റെ അടുത്തായിരിക്കും അടിക്കുന്നത്. പേരെന്നെ എന്റെ വിഷയമല്ലാത്തോണ്ട് ആ ഭാഗത്തോട്ട് ഇപ്പൊ പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? ഞാൻ എപ്പോഴും പറയും, ഈ ലോകത്തിലുള്ള ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നെങ്കിൽ എന്ത് നല്ലതാ. ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായിട്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണമെന്നല്ല ഈ പറഞ്ഞത്. ഒരു ഐക്യത വേണ്ടേ?
ക്രിസ്ത്യാനികളെല്ലാം അങ്ങ് പോട്ടെ, പെന്തിക്കോസുകാരെല്ലാം കൂടെ ഐക്യത ഉണ്ടായിരുന്നെങ്കിൽ. ഇനി പെന്തിക്കോസ് എല്ലാം അങ്ങ് പോട്ടെ, ഇതിപ്പം നമ്മുടെ സിയോൻ സംഘം, സിയോൻ സംഘത്തിലുള്ളവരെല്ലാം കൂടെ, പിന്നെ ഇത് സിയോൻ സംഘം മൊത്തം പോട്ടെ, ലോക്കൽ സഭയിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്നല്ലോ. ലോക്കൽ സഭയും പോട്ടെ, വീട്ടിലുള്ളവരെല്ലാം കൂടെ ഒറ്റക്കെട്ടായിരുന്ന കുടുംബ പ്രാർത്ഥനയെങ്കിലും മുടങ്ങാതെ നടക്കുമായിരുന്നല്ലോ. സ്തോത്രം ആട്ടെ. ഈ ഇയ്യോബിന്റെ പിള്ളേരുടെ ഒരു വിശേഷത, പിള്ളേരെല്ലാം കൂടെ മൂത്ത ചേട്ടന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടി. എന്തിനേറെ ഇവരൊന്നിച്ചു കൂടി ഇങ്ങനെ സന്തോഷിച്ച സന്ദർഭത്തിൽ പെട്ടെന്ന് മരുഭൂമി ഒരു കൊടുങ്കാറ്റ് വന്ന് പെരയുടെ 4 മൂലയ്ക്ക് മടിച്ച് പെര കുഞ്ഞുങ്ങളുടെ മേൽ വീണ് ഇയ്യോബിന്റെ തലമുറയെല്ലാം മരിച്ചു. പിശാച് സമ്പത്ത് മുഴുവൻ തകർത്തു. ദൈവം അനുവദിച്ച തലമുറയെ 10 തട്ടി. പിശാച് ഇങ്ങനെ മാറി നിൽക്കുക ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ. കാരണം ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ലോകത്തിൽ പാർക്കുമ്പോൾ തലമുറ അവന് വലുതാ, സമ്പത്തും വലുതാ. അത് രണ്ടും പിശാച് അടിച്ചു തകർത്തു. ഇത് രണ്ടും തീരുമ്പോൾ സാധാരണക്കാരൊക്കെ ക്ഷീണിക്കും, മടുക്കും, ചിലർ പിറുപിറുക്കും, ചിലർ പിന്മാറാൻ സാധ്യതയുമുണ്ട്, ചിലർ ദൈവത്തോടുള്ള സ്നേഹത്തിന് ഭംഗം ഉണ്ടാകും, ദൈവത്തെ പഴിച്ചു പറയും. അപ്പോൾ ഈ സമ്പത്ത് മുഴുവൻ തകർത്തു, തലമുറയെ മുഴുവൻ തകർത്തിട്ട് പിശാച്, എൻ്റെ ഭാഷയിൽ പറഞ്ഞ മാറി നിൽക്കുക ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ. അങ്ങനെ നിൽക്കുമ്പോൾ ഭക്തൻ പരാജയത്തിന്റെ പാട്ടല്ല പാടിയത്. ഇയ്യോബ് പറയുക, യഹോവ തന്നു, യഹോവ എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെന്ന്. എന്റെ ഭാഷയ്ക്ക് പറഞ്ഞാൽ ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേൾക്കാൻ പിശാച് നിന്നപ്പോൾ ഭക്തൻ പരാജയത്തിന്റെ പല്ലവി അല്ല പാടിയത്. ഭക്തൻ പ്രത്യാശയോടെ പറഞ്ഞു, എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല, സകലത്തിന്റെ അധികാരി എന്റെ കർത്താവാ, ഈ തലമുറ മാറ്റപ്പെട്ടു, അതെന്റെ ദൈവം അറിഞ്ഞു കൊണ്ടുപോയതാ, എന്റെ സമ്പത്ത് മുഴുവൻ പോയി, അത് ദൈവം അറിഞ്ഞ. ദൈവത്തിന്റെ പൈതലെ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിന്റെ സമ്പത്തും തലമുറയും ദൈവം തരുന്നതാ. ദൈവം അറിയാതെ നിനക്കൊന്നും വരികയില്ല. ഇന്ന് രാത്രി ദൈവത്തെ പറയരുത്, ത്യജിക്കരുത്, പഠിക്കരുത്, നിന്ദിക്കരുത്. നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും, കഷ്ടങ്ങൾ എത്രയേറിലും കലങ്ങിടാതെ നിത്യവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, ദുഷ്ടന്റെ ഘോര ദൃഷ്ടിയിൽ പതിച്ചിടാതിന്നോളവും, കണ്ണിൻ മണിക്കു തുല്യമായി എണ്ണുന്നതിന് തക്കതായി സ്തുതിച്ചിടാ. കണ്ണിൻ മണിക്ക് എന്നന്തരംഗമേയവന്റെ നന്മകൾ മറപ്പതോ, എന്നന്തരംഗമേയവന്റെ മറപ്പതോ, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം, എന്നുള്ളമേ സ്തുതിക്ക നീ യഹോവയെ നിരന്തരം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. ഇയ്യോബിന്റെ പരാജയത്തിന്റെ പല്ലവി കേൾക്കുവാൻ, പാട്ട് കേൾക്കുവാൻ പിശാച് കാത്ത് വീക്ഷിച്ചപ്പോൾ ഭക്തൻ പരാജയത്തിന്റെ പല്ലവിയല്ല പുലമ്പിയത്. ഭക്തൻ പറയുക, ദൈവം തന്നു, എന്റെ ദൈവം എടുത്തു, അവിടുത്തെ പൊന്നുനാമം വാഴ്ത്തപ്പെടട്ടെ. കാരണം പറയാം, കാരണം ഇയ്യോബിനറിയാം സ്വർഗത്തിനും ഭൂമിയിലെ സകല അധികാരവും കർത്താവിനാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാഷ പറഞ്ഞ പിശാച് ഇളിപ്യനായി, ലജ്ജിച്ചു. പിന്നെ പിശാചിന്റെ ഒരു പ്രകൃതി, പിശാച് തോറ്റുപോയി. പക്ഷെ പിശാചിന്റെ ഒരു പ്രകൃതി, തോറ്റാലും ഇവൻ പുറകോട്ട് പോകില്ല, പിന്നെയും വന്ന് തോണ്ടും. അല്ലേ? എത്ര പ്രശ്നങ്ങൾ നീ പ്രാർത്ഥിച്ച് ജയിച്ചു, പിന്നെയും തോണ്ടുകല്ലേ. അവന്റെ തൊഴിലതാ. യാതൊരു ജാള്യതയോ ലജ്ജയോ അപമാനമോ അതൊന്നും പുള്ളിക്ക് വിഷയമല്ല. അവൻ വീണ്ടും വന്ന് തോണ്ടും. ചില രൂക്ഷമായ പ്രശ്നങ്ങൾ പിശാച് കൊണ്ടുവന്ന് ഈ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ജയമെടുത്തതാ.
എന്നാ പിശാച് ഓർത്ത് എന്നാ ഞാൻ തോറ്റു പോയതാ, ഇനിയും കുഞ്ഞന്നാമ്മയുടെ ഒക്കെ പോകുന്നില്ല വിഷയവുമായിട്ട്. പോയില്ലല്ലോ, അവൻ പിന്നെ പിറ്റേ മാസം വന്നില്ലേ. അവന്റെ പ്രകൃതി അങ്ങനെ. വായിച്ചേ മോളെ, രണ്ടിനൊന്ന് വായിച്ചേ. പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. പിന്നെയും വന്നല്ലോ. 1-ാം അധ്യായത്തിൽ വന്ന് തന്ത്രമുണ്ടാക്കി തോറ്റ് തുന്നം പാടിയവൻ എന്നാ പുറകോട്ട് പോകണ്ടേ. 2-ാം അധ്യായം പഠിക്കുമ്പോൾ അവൻ പിന്നെയും വന്ന് നിൽക്കുക. യാതൊരു ലജ്ജയില്ല. ഇതിന്റെ ഒരു ആത്മീയ അർത്ഥം പറയാം. മരണം വരെയും പ്രശ്നമുണ്ട്. നീ 3 ഇരുന്നാലൊന്നും പ്രശ്നം മാറുകയല്ല. ഇരിക്കുന്ന പ്രശ്നത്തിന് ചിലപ്പോൾ പരിഹാരം വരും, അടുത്തത് 4 കയറി വരും. പ്രവാചകനും പ്രവാചിക്കും എന്ന് പറയാം, അമ്മാമ്മ 3 ഇരുന്നാൽ മതി, വിടുതല. ഉടനെ തള്ള 3 ഇരുന്ന് കഞ്ഞിയും വെള്ളവും കുടിക്കാതെ. അത് കഴിഞ്ഞ 6 തരത്തിലാ പ്രശ്നം. ഉടനെ പ്രവാചകൻ വന്ന് പറഞ്ഞ അമ്മാമ്മ 7 ഇരുന്നോളാൻ, പൂർണ്ണ വിടുതല. ഉടനെ 7 ഇരുന്നപ്പോൾ 15 വർഷമാണ് പിന്നെ വരുന്നത്. അപ്പൊ ലോക പ്രശസ്ത പ്രവാചകൻ പറഞ്ഞു 21 ഇരുന്നോളാൻ. 21 ഇരുന്നു. അന്നേരം താണ്ട് അതിലും രൂക്ഷമായ പ്രശ്നം. അന്നേരം വലിയ വേൾഡിലെ പ്രവാചകൻ എന്ന് പറഞ്ഞു 40 ഇരുന്നോളാൻ. ചുരുക്കി പറഞ്ഞ നീ കഞ്ഞിയും വെള്ളവും കുടിച്ച് യാകുകയല്ല. എന്നും ഉപവസിക്കരുതെന്നല്ല ഈ പറഞ്ഞത്. നിന്റെ മരണം വരെയും പ്രശ്നങ്ങളുണ്ട്. അതിന് കാരണം കൂടെ പറയാം. ഒന്നെങ്കിൽ മരണം, അല്ലെ കർത്താവിന്റെ വരവ്. അതുവരെ നമുക്ക് പോരാട്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്ന്. അതെന്നാ? ഒന്ന്, ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. 2, ഈ ഭൂമിയിലാണ് നമ്മൾ പാർക്കുന്നത്. അതുകൊണ്ട് മരണം വരെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. സകല പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ദൈവം കൃപ പകരും. അതിനെ കീഴ്പ്പെടുത്തുവാനും ജയിക്കുവാനുള്ള ദൈവകൃപ ദൈവ ഉയരത്തിൽ നിന്ന് നിന്റെ മേൽ പകരും. കൃപയെന്ന് ഏർപ്പോടെ ആണിക്കല്ലും കയറ്റും. നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തെ ദൈവ സമഭൂമിയാക്കി തീർക്കും. സെരുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ. അത് സൻബല്ലത്താകട്ടെ, തോബിയാവാകട്ടെ, ഹുൽദാ എന്ന പ്രവാചകയാകട്ടെ, ഏത് പ്രശ്നമാകട്ടെ, അതിനെ അടിച്ച് നിരപ്പാക്കുവാൻ കഴിവുള്ളവൻ ആ ദൈവം. പ്രൈസ് ദി ലോർഡ്. പിശാച് പിന്നെയും വന്ന് നിൽക്കുക. ദൈവം ചോദിച്ചു, എന്നെ വന്ന് നിൽക്കുക. നീ പറഞ്ഞതുപോലെ യോബിന്റെ സമ്പത്തൊക്കെ അവനെ ആത്മീയത്തിൽ ഇങ്ങനെ നിർത്തിയെന്നാ പറഞ്ഞ. അവന്റെ സമ്പത്തും പിള്ളേരും എല്ലാം മാറ്റപ്പെട്ടിട്ട് ഇപ്പോഴും അവന് സ്തോത്രം പറഞ്ഞിരിക്കുന്നല്ലോ. ഉടനെ പിശാച് അടുത്ത പോയിന്റ് പറയാ, തൊക്കിന് പകരം തോക്ക്. വലിയ സൂത്രശാലിയാ. തൊക്കിന് പകരം തോക്ക്. ആ മനുഷ്യൻ തനിക്ക് ജീവന് വേണ്ടി തനിക്കുള്ളതെല്ലാം കൊടുക്കും. അങ്ങനല്ലേ നമ്മളെ വായിച്ചേ? സാത്താൻ യഹോവയോട് തൊക്കിന് പകരം തോക്ക്. ഇവന്റെ പോയിന്റ് തൊക്കിന് പകരം തോക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും എന്ന് പറഞ്ഞാൽ സാത്താൻ പറഞ്ഞതിന്റെ ഒരു ആശയം ഇതാ. ഒരു മനുഷ്യന് ലോകത്തിൽ ഏറ്റവും വലുത് എന്നതാ? ഉറക്കെ പറ. അതാ അവന് എല്ലാവർക്കും അവനവന്റെ ജീവനാ വലുത്. എൻ്റെ അച്ഛനും എനിക്ക് ജീവനാ. പിന്നെ ചുമ്മാ അച്ഛൻ ഇതൊന്നും കേട്ട് ഇളകരുത്. എൻ്റെ ഭാര്യയായ എൻ്റെ, പിന്നെ അവള് മരിക്കട്ടെ, പിറ്റേ മാസം നീ കല്യാണം നടത്തും. ആ നോട്ടം ഇരിപ്പം കാണുമ്പോൾ അറിയാം. പിന്നെ ഇനിയിപ്പം അത് പ്രാർത്ഥിച്ചു നോക്കുവൊന്നും വേണ്ട. കുറ്റമല്ല ഈ പറഞ്ഞത്, അല്ല മറുവശമുണ്ട്. ഈ ഞാനൊരു ആശയം പറയാൻ നിങ്ങളുടെ ഇഷ്ടമുണ്ട്, യോജിച്ചാൽ മതി കേട്ടോ. ഭർത്താവ് മരിച്ചാൽ ചിലയിടത്ത് ഭാര്യമാര് വിവാഹം വീണ്ടും കഴിക്കുന്നത് വിരളമാണ്. അതിന് പല വശങ്ങളുണ്ട്. അമ്മയും മക്കളുമായിട്ട് കുറച്ചുകൂടെ അടുപ്പമാണ്. ഉദാഹരണം, 60 വയസ്സുള്ള അമ്മച്ചിയുടെ ഭർത്താവ് 68 വയസ്സുള്ള അച്ചായൻ മരിച്ചു. അമ്മച്ചിക്ക് 60 വയസ്സായി. അപ്പം ചില അമ്മച്ചിമാര് പിന്നെ വിവാഹത്തിന് മുതിരുകയല്ല. കാരണം കൂടെ പറയാം. ഒരു വശമാണ് പറയുന്നത്. മൂത്ത മകനും ഭാര്യയും വീട്ടിലുണ്ട്. അപ്പോൾ അമ്മ വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം മരുമകൾ അടുക്കളയിൽ കയറുമ്പോൾ അമ്മയ്ക്കും അടുക്കള സ്വാതന്ത്ര്യമായിട്ട് ചെല്ലാം.
എന്തെങ്കിലും മൂടി വെക്കുക, അന്നെ അമ്മയ്ക്ക് എടുത്ത് കഴിക്കാം. അല്ലെങ്കിൽ എന്തുവാ കൊച്ചാതിരിക്കുന്നല്ലേ അത് താൻ അടുക്കളയിൽ കയറി. അപ്പനതൊക്കത്തില്ല. ഞാനതിൻ്റെ ഒരു വശമാണ്. അപ്പനത് ഒക്കത്തില്ല. അപ്പൊ എൻ്റെ അഭിപ്രായമാണ്, ഇഷ്ടമുണ്ടോ ചോദിച്ചാൽ മതി. ഭാര്യ മരിക്കുന്ന, ഞാൻ ആരെയും കൊല്ലാൻ കൊണ്ടുവന്നതല്ല കേട്ടോ. ഭാര്യ മരിക്കുന്നെങ്കിൽ ഒരു 68 വയസ്സുണ്ടെങ്കിൽ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ വാദം. അതെ, അത് ജഡീക ഉല്ലാസത്തിന്റെ ഉദ്ദേശം വെച്ചല്ലി പറഞ്ഞത്. അമ്മയ്ക്ക് ജീവിതത്തിൽ അടുക്കളയിൽ കയറുകയോ എടുത്ത് കഴിക്കുകയോ കുടിക്കുകയോ ഏത് സമയത്തും കയറാം. അപ്പൻ അങ്ങനെ ചെല്ലുക എന്നല്ലോ ബുദ്ധിമുട്ടുണ്ടാകും. 2 ദിവസവും അടുക്കളയിൽ കയറി, മരുമകൾ അടുക്കള നിൽക്കുമ്പോൾ അപ്പം കയറിയ അവള് പിറ്റേന്ന് ഭർത്താവിനോട് പറയും, നിങ്ങളുടെ അച്ചായൻ്റെ രീതിയൊന്നും അത്ര ശരിയല്ല. അവൻ ചോദിക്കുക, എന്നെ പപ്പായ്ക്ക് എന്നെ, ഞാൻ അടുക്കളയിൽ കയറുമ്പം പുള്ളിയും പമ്മി. ഉദ്ദേശം എന്തുവാന്നുള്ളത് ദൈവം അറിയട്ടെ. ഞാനതിൻ്റെ ഒരു വശമായി പറഞ്ഞത്. നമുക്കത് ഇനി അത് ചിന്തിച്ചോണ്ടിരിക്കണ്ട. കല്യാണത്തിന്റെ കാര്യം അതങ്ങ് വിട്. നമ്മൾ എടുത്ത പോയിന്റ് വാ. നീ അതിങ്ങനെ ആലോചിച്ച് നേരെ പാസ്റ്റ് പറഞ്ഞതാ ശരി. ഒന്നാമത് സമയമില്ലേ. അപ്പൊ ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവനവന്റെ ജീവനാണ്. എല്ലാവർക്കും അതാ വലുത്, അവനവന്റെ സ്വന്തം ജീവൻ. മക്കളെക്കാൾ വലുത് അവനവന്റെ ജീവനാണ്. എല്ലാവർക്കും പാസ്റ്റർമാരാകുന്ന ഞങ്ങൾ പറയും, എനിക്ക് ജീവനാ നിങ്ങൾ ഉമ്മാ പറയാന്നാ, കേട്ട് ഇളകരുത്. പാസ്റ്റർമാരോട് വിശ്വാസം പറഞ്ഞ പാസ്റ്റർ എനിക്ക് ഈ ചുമ്മാതാ നീ കിടന്ന് ലോറിയിൽ നിന്നും പറയരുത്. അത് കേട്ടോണ്ട് ഉമ്മാ പറയുന്നത് എല്ലാവർക്കും അവനവന്റെ ജീവനാ. ഈ ഒരു ചിന്തയും വൈപ്പും ധാരണയുണ്ട്. അമ്മമാർക്ക് അപ്പന്മാരെക്കാളും കുഞ്ഞുങ്ങളോട് സ്നേഹം എന്ന ഒരു അങ്ങനെ ഉണ്ട്. അത് പരീക്ഷിക്കാൻ വേണ്ടി പണ്ട് അമേരിക്കയിലോ ഏതോ രാജ്യത്തൊരു പരീക്ഷണം നടത്തി. ഒരു തള്ളക്കുരങ്ങും അതിൻ്റെ കുഞ്ഞു കുരങ്ങും, ഈ കുരങ്ങിൻ്റെ കുഞ്ഞ് രണ്ടിനെയും കൂടെ ഒരു വലിയ ചില്ലുകൂട്ടിനകത്തിട്ട് തള്ളക്കുരങ്ങിനെ അതിൻ്റെ കൊച്ചിനെ ഇങ്ങനെ കൂടിനകത്ത്, എന്നിട്ട് മേളിൽ നിന്ന് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. വെള്ളം ഒഴിച്ചൊടിച്ചൊടിച്ചൊടിച്ചൊടിച്ചോ ഈ കുഞ്ഞു കുരങ്ങ് മുങ്ങാറായപ്പോൾ തള്ള കൊച്ചിനെ അങ്ങ് അമ്മയുടെ വാത്സല്യം എടുത്ത് പിന്നെയും മേളിൽ നിന്ന് വെള്ളം വരിക, ഒഴിച്ചോണ്ടിരിക്കുക. അങ്ങനെ ആയി കൊച്ചിനെ ഇങ്ങനെ ഇവിടെ ഒക്കത്തിരുമ്പോൾ പിന്നെയും വെള്ളം വന്നപ്പോൾ വെള്ളം പൊങ്ങിയപ്പോൾ കൊച്ചിനെ അമ്മ ഉയർത്താൻ തുടങ്ങി. അപ്പൊ പിന്നെയും വെള്ളം വരിക, അങ്ങനെ ഉയർത്തത് ഈ അമ്മയുടെ ഈ ഭാഗം വരെ വെള്ളമായി. അപ്പൊ പിന്നെ എത്തിക്കുത്തി കൊച്ചിനെ, കുഞ്ഞിനോടുള്ള വാത്സല്യം എത്തിക്കുത്തി വെള്ളം പിന്നെയും വന്ന് അമ്മയുടെ മൂക്ക് മുട്ടി മുങ്ങാറായപ്പോൾ കൊച്ചിനെ താഴോട്ടിട്ട് അതിന്റെ പുറത്ത് കയറി നിന്നു. കാരണം അത്രയും കൂടെ പൊക്കം കിട്ടുക, അന്നെ കുറച്ചു നേരം കൂടെ അമ്മയ്ക്ക്. ഇതാ മനുഷ്യപ്രകൃതി. എന്നാൽ അപ്പനേക്കാൾ അമ്മയേക്കാൾ ഉറ്റു സ്നേഹിക്കുന്ന ഒരു നല്ല യേശു ഉണ്ട്. ആ യേശുവിന് ഇന്ന് രാത്രി നീ ഹൃദയം കൊടുക്ക. ആ യേശുവിനായി നിന്റെ ജീവിതം സമർപ്പിക്കേ. അവിടെ നരളി ചെയ്തു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, സാത്താന്റെ ഒരു പ്രകൃതി തോറ്റാലും പുറകോട്ട് പോകത്തില്ല, വീണ്ടും വന്ന് തോണ്ടും. അതാണ് 2:1 വായിക്കുന്നത്. പിന്നെയും പിശാച് വന്നു. അപ്പൊ ദൈവം ചോദിച്ചു, സാത്താനെ നീയല്ലേ പറഞ്ഞു യോബിന്റെ സമ്പത്തും പിള്ളേരും എല്ലാം മാറ്റപ്പെടുമ്പോൾ അവൻ പരാജയത്തിന്റെ പല്ലവി പാടും, അതെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവൻ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുന്നു. അന്നേരം പിശാച് പറയാ, തോക്കിന് പകരം തോക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെ അവന്റെ ജീവന് പകരം കൊടുക്കുക. എല്ലാവർക്കും അവനവന്റെ ജീവനാ വലുത്. അപ്പൊ പിശാച് പറഞ്ഞതിന്റെ ആശയം, അവന്റെ പിള്ളേരെ സമ്പത്തിനെയാ തൊട്ടത്, അവനെ തൊട്ടില്ലല്ലോ. ഇല്ല, അവനെ തോട്, എന്നാരും അറിയാം വിവരം. ഇതാ പിശാച് പറഞ്ഞതിന്റെ ആശയം, അവനെ തോട്, എന്നാരും അറിയാം വിവരം. അപ്പൊ ദൈവം പറഞ്ഞു, അവനെയും കൂടെ നിന്റെ കൈ തരുന്ന. അടുത്ത വാക്യം വായിച്ചേ മോളെ. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക. പിശാച് പറഞ്ഞ ഇതുവരെ അവന്റെ സമ്പത്തും പിള്ളേരെ തൊട്ട്, അവനെ തൊട്ടില്ല. അതാ അവനിപ്പോഴും തോത്രം പറഞ്ഞത്. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസം തൊടുക, എന്നാലും അറിയാം തനിനിറം. അടുത്തത്, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന്. അന്നേരം അവനെ തൊടുമ്പോ അവൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ത്യജിച്ചു പറയും. യഹോവ സാത്താനോട്, ഉടനെ ദൈവ സാത്താനോട് പറയാ, ഇതാ അവൻ നിന്റെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ പിശാച ഇതാ ഇയ്യോബിനെയും കൂടെ നിന്റെ കയ്യിലോ ഉണ്ടെങ്കിൽ തരിക. കണ്ടോ, ആദ്യം പറഞ്ഞു
അവനുള്ളതെല്ലാം നിന്റെ കയ്യിൽ തരിക, അവനെ തൊടരുത്. അപ്പൊ അവനുള്ളതെല്ലാം തൊട്ടപ്പോഴും പിന്നെ അവൻ സ്തോത്രം പറയുന്നു. അപ്പൊ 2-ാമത്തെ അധ്യായത്തിൽ പിശാചിനോട് ദൈവം അങ്ങനെ നീതാ ഇയ്യോബിനെയും കൂടെ നിന്റെ കയ്യിലോട്ട് അങ്ങ് തരിക, പക്ഷേ അവന്റെ പ്രാണനെ മാത്രം തൊടരുതെന്ന് കൽപ്പിച്ചു. പ്രാണനെ തൊട്ടേക്കരുത്. ദൈവം പറയാതെ നിന്റെ പ്രാണൻ പോകത്തില്ല. ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകുകയല്ല. നിന്റെ ജീവൻ അവിടുത്തെ ഭാണ്ഡത്തിൽ കെട്ടപ്പെട്ടു വെച്ചിരിക്കുക. ജീവന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാ, പ്രാണന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാ. ഞാനൊരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാ, ഏത് മാരക രോഗം വന്നാലും ദൈവം പറയാതെ നിന്റെ ജീവൻ പോകുകയല്ല. ഡോക്ടർമാര് പറഞ്ഞായിരിക്കും ക്യാൻസർ, അത് പരിശോധിച്ച് കണ്ടതാ, ബയോപ്സി കഴിച്ചു ക്യാൻസർ ആയിക്കോട്ടെ, ബ്രെയിൻ ട്യൂമർ ആട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, കിഡ്നി രണ്ടും ഫെയിൽ ആയിക്കോട്ടെ, ഹാർട്ടിന് 8 ബ്ലോക്ക് ഉണ്ട്, 8 16 ആയിക്കോട്ടെ, RCC ഉപേക്ഷിച്ചതാ ആയിക്കോട്ടെ, പക്ഷെ ദൈവം അനുവദിക്കാതെ നിന്റെ ജീവൻ പോകുകയല്ല. ദൈവം അനുവദിക്കാതെ നിന്റെ പ്രാണം പോകത്തില്ലെന്ന് ജീവന്റെ മേലധികാരമുള്ള യേശുവാ. പ്രൈസ് ദി ലോർഡ്. മാറാരോഗമായിരിക്കാം, തീരാവ്യാധിയായിരിക്കാം, ഏത് കെടുതികളായിരിക്കാം, ദൈവം അനുവദിക്കാതെ നിന്റെ പ്രാണം പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവന്റെ മേലധികാരമുള്ള യേശു, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും നമ്മുടെ കർത്താവിന്. ജീവനെ ജീവനെ നമോ നമോ, ജീവനെ ജീവനെ നമോ നമോ, പാപികൾക്ക് നിദാനന്ദ പ്രദന കൃപാകര, നീ വാനോർ വാഴ്ത്തുനായക ഞങ്ങളിൽ. ജീവനെ ജീവനെ നമോ നമോ, ജീവനെ ജീവനെ നമോ, പാപികൾക്ക് നിദാനന്ദ പ്രദന കൃപാകര, നീ വാനോർ വാഴ്ത്തും നായക ഞങ്ങളിൽ. ജീവജാല പാലക നമോ നമോ, ജീവജാല പാടാൻ നേരമില്ല. കർത്താവിന് മഹത്വം. ജീവന്റെ മേൽ അധികാരമുള്ളവൻ യേശുവാ. നിന്റെ പ്രാണം പോകണമെങ്കിൽ ദൈവം അനുവദിക്കണം. നിന്റെ ജീവൻ നിന്നിൽ നിന്ന് മാറ്റപ്പെടണമെങ്കിൽ യേശു അനുവദിക്കണം. യേശു അറിയാതെ, ദൈവം അറിയാതെ നിന്റെ പ്രാണൻ പോകത്തില്ല. ഇന്ന് രാത്രി മരണഭീതികളിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആ മരണഭീതിയെ ഇന്ന് രാത്രി ദൈവം അറുത്തു മാറ്റാൻ പോവുക. ഇന്ന് രാത്രി ദാവീദ് പറഞ്ഞതുപോലെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, നീ വിശ്വാസത്തോടെ പറ, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വിശ്വാസത്തോടെ പറ, വിശ്വാസത്തോടെ പറ, ഞാൻ മരിക്കത്തില്ല, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. വിശ്വാസത്തോടെ പറയാൻ. മരണഭീതികൾ മാറട്ടെ, ചുത്തപ്രമങ്ങൾ മാറട്ടെ, ആകുലചിന്ത മാറട്ടെ, ജനത്തെ കാർന്നു നിന്ന് അന്ധകാരത്തിന്റെ പോരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ഉടമന ബദലപടബലപദ. ഇന്ന് രാത്രി നമ്മുടെ കൺവെൻഷനാ, പക്ഷേ ഇതൊരു ആത്മീയ അന്തരീക്ഷത്തിലെ യോഗമാ. ഈ രാത്രി രോഗശാന്തി നടക്കുന്ന യോഗമാ. ഇന്നലെ ഞാൻ ഓർപ്പിച്ചല്ലോ, ചില മാറാ രോഗം ഇന്ന് രാത്രി സൗഖ്യമാക്കും യേശുവിന്റെ ശക്തി. ബലപ്പെട്, 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 ബലപ്പെട്. നീ രോഗിയായിട്ടാ വന്നത്, പക്ഷെ സൗഖ്യത്തോടെ തിരിച്ചു പോകണം. നിന്റെ അസ്ഥിക്കകത്ത്, ഞരമ്പിനകത്ത്, ധമനിക്കകത്ത്, സിരക്കകത്ത്, അത് ഹാർട്ട് അറ്റാക്കിന്റെ വിഷയമാകട്ടെ, ഏത് മേറ രോഗമാകട്ടെ, ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. അധികാരി യേശുവാ. വന്നതുപോലെ നീ പോകത്തില്ല. സൗഖ്യത്തോടെ, വിടുതലോടെ, ആശ്വാസത്തോടെ, ബലത്തോടെ ഇന്ന് രാത്രി ദൈവം നിന്നെ അയക്കും. വിടുതൽ, വിടുതൽ, വിടുതൽ. ഇന്ന് രാത്രി ദൈവിക വിടുതൽ. അറ്റം മുതൽ മറ്റേ അറ്റം വരെ ദൈവശക്തി വ്യാപരിക്കാൻ. അകത്തും പുറത്തും ഇരിക്കുന്നവർ, വെളിയിലിരിക്കുന്നവരോടും ദൈവാത്മാവ് പറയുകയാ, നീ രോഗിയായിട്ടായിരിക്കും വന്നത്, ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി
സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, രോഗികളെ സൗഖ്യമാക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, പുതുഭാഷകളെ സംസാരിപ്പിക്കുന്ന നാമം, അവൻ അത്ഭുതങ്ങൾ നടക്കുന്ന നാമം, അവൻ യേശുവിന്റെ നാമത്തിൽ. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ശിരസ്സ് മുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗബന്ധനം ഇന്ന് രാത്രി അടിയട്ടെ. രോഗാത്മാവ് ഇന്ന് രാത്രി അടിയട്ടെ. രോഗ കിടക്ക ഇന്ന് രാത്രി മാറ്റി പിരിക്കട്ടെ. ദീനത്തിൽ കിടക്ക മാറ്റി പിരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ഓ ജീസസ്. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം, 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 ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാട്. ഈ രാത്രി നിന്നെ വിടുവിക്കുന്ന യേശു, സകലത്തിന് മേൽ ഈ അധികാരി യേശുവാ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത് ഇയ്യോബിനെ കൂടെ നിന്റെ കയ്യിലോട്ട് തരിക. പക്ഷെ അവന്റെ കാണനെയൊന്നും നീ തൊട്ടാക്കണ്ട. ആട്ടെ, പിശാച് ലജ്ജയില്ലാത്തവൻ അവനോട് ആട്ടെ, പ്രാണനെ തൊട്ടില്ലെങ്കിലും അവനെ തൊടാവല്ലോ. അങ്ങനെ പിശാച് സന്തോഷിച്ച് പുറപ്പെട്ടു വന്ന് ഇയ്യോബിനെ അങ്ങ് തൊട്ടു. തൊട്ടപ്പം ചൊവ്വിനെ തൊട്ട് കേട്ടോ, നന്നായിട്ട് തൊട്ടു. നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ അറിയാം. പരുക്കളും വ്രണവും, അടി തൊട്ട് മുടി വരെ ഒരു സുഖമില്ല. ഭയങ്കര പരുവും വ്രണങ്ങളും ഒക്കെയാണ്. ഈ പരുക്കളെല്ലാം കൂടെ അങ്ങോട്ട്, വ്രണമെല്ലാം കൂടെ വല്ലാതെ അട്ടങ്ങ് ചൊറിച്ചില്ല. യോബ് ഓട്ട് കഷണമെടുത്ത് ചാരത്തിൽ പോയിരുന്ന് ഇങ്ങനെ ചൊരണ്ടുക, ചൊറിയുക. അതുപോലെ ഈ പരുവിൻ്റെ വരളയും അങ്ങനെയൊക്കെ ആണെന്നല്ലോ പണ്ടൊക്കെ. അങ്ങനെ പണ്ടൊരാൾ പറഞ്ഞു യോബിന് കരപ്പനായിരുന്നെന്ന്. യോബിന് പിന്നെ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കൊച്ചുങ്ങൾക്ക് പണ്ട് കരപ്പം വരും. എനിക്കും വന്നിട്ടുണ്ട്. അതിൻ്റെ പാട് ഇപ്പോഴും ഈ മുട്ടിന് കീപ്പോട്ട് ഉണ്ട്. തീ കരപ്പൻ എന്നൊക്കെ പറയും. ഇവിടെ എന്നെ കരപ്പൻ എന്നാണോ പറയുന്നത്? അപ്പൊ ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്നത് ഈ ഒരുവേരൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിക്കും. ഇവിടെ എന്തോ അതിന് പറയാമെന്ന് അറിയത്തില്ല. പെരിങ്ങലോ എന്നൊക്കെ പറയും. ഇവിടെ എന്തോ പറയുന്നത്? അതിന് ഒറ്റ നീണ്ട വേരാ. അതിന് ഒരു വേരനെന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. അല്ലെ പെരിങ്ങലോ എന്നൊക്കെ പറയും. അല്ലെ ചിലർ കൊടിയുടെ ഇല ഇടും, കുരുമുളക് പൊടി. ഈ പെരിങ്ങലത്തിൻ്റെ ആ ഇടുന്നേ. അപ്പം വെള്ളം വിട്ട് തിളപ്പിച്ച് അത് എടുത്ത് കൂട്ടിപ്പിടിച്ച് തിരുമും. അയ്യോ, നമ്മൾ മേലുകീടി ചാടും. അത് നല്ലതാ. അത് കരപ്പനാ. ഇയ്യോബിന് കരപ്പനൊന്നും അല്ല വന്നത്. ഇയ്യോബിന് കരപ്പൻ വന്നുള്ള ലാഘവത്തോട് ഇത് കേൾക്കുകയും ചെയ്യരുത്. എനിക്കും കരപ്പൻ വന്നാൽ ഇയ്യോബിന് മാത്രമല്ല. ഇയ്യോബിന് പരുക്കളും വ്രണങ്ങളും അസഖ്യമായ വേദന. ഇത് രൂക്ഷമായപ്പോൾ ഇയ്യോബ് ചാരത്തിൽ പോയിരുന്ന് ഓട്ട് കഷണമെടുത്ത് ഇങ്ങനെ ചുരണ്ടി ചൊറിഞ്ഞിരിക്കുക. ഇടയ്ക്ക് കയറി പറയാം, ഇയ്യോബിന് ഈ കഷ്ടതയും ഈ പ്രയാസവും വന്നപ്പം ഓട്ട് കഷണം എടുത്ത് എന്തുകൊടുക്കുകയായിരുന്നു? ചുരണ്ടുകയും ചൊറിയുകയും ചെയ്യുക. ഈ ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞേച്ചങ്ങ് പോകാം. ഭക്തനായ ഇയ്യോബിന് ഈ രൂക്ഷമായ അസഖ്യമായ വേദനയും ചൊറിച്ചിലും വന്നപ്പം ചാരത്തിൽ പോയി ഓട്ട് കഷണം എടുത്ത് ഇങ്ങനെ ചുരണ്ടുക, ചൊറിയുക. എന്നാൽ മർക്കോസ് 5 ചൊറിയായിരുന്നു. മർക്കോസ് 5 പറ, എന്തെടുക്കായിരുന്നു? നിങ്ങൾ അവൻ്റെ അടുക്ക അല്ലായിരുന്നല്ലോ. 5:5 വായിച്ചേ. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചു. അടുത്തത് തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് എങ്ങനെ ചതക്കുക. പുള്ളി എന്നെ നോക്കുന്ന മൈക്കിനിട്ട് ഇടിച്ചത് നീ ചെയ്യത്തില്ല.
പാസ്റ്റർക്ക് ഇളക്കം കയറി എൻ്റെ മൈക്ക്. ഇയ്യോബിന് പ്രശ്നം വന്നപ്പോ ചെറുതായിട്ട് പറ ചൊരണ്ടി ചോറിഞ്ഞു. മർക്കോസ് 5 പുള്ളിക്ക് പ്രശ്നം വന്നപ്പോ കണ്ടമാനം കല്ലെടുത്ത്. ഇതായി ഭക്തനും അഭക്തനും തമ്മിലുള്ള വ്യത്യാസം. ഭക്തന് പ്രശ്നം വന്നപ്പോ ചൊറിഞ്ഞു, അഭക്തന് പ്രശ്നം വന്നപ്പം ചതച്ചു. ഞാൻ പിന്നെ എൻ്റെ ഭാഷയെ പറയാം, കൊണപ്പെട്ടവനും കൊണപ്പെടാത്തവനും. കൊണപ്പെട്ടവന് പ്രശ്നം വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു, കൊണപ്പെടാത്തവൻ ചതച്ചു. അങ്ങനെയൊക്കെ ഗുണപ്പെടാത്തവരുണ്ട് ചില വീടുകളിൽ. എല്ലായിടത്തുമല്ല. കുടുംബജീവിതമൊക്കെ നയിക്കുന്നവരല്ലേ, ഭാര്യയും ഭർത്താവും കൂടെ അഭിപ്രായ വ്യത്യാസം വരുമ്പം ചില വീടുകളിൽ ചില സഹോദരിമാര് അങ്ങേരെ തല്ലാനൊക്കാത്തതിന് തന്നെത്താൻ എന്നും പറഞ്ഞ് അങ്ങേരെ തല്ലുന്ന സ്ഥലങ്ങളും കൊണ്ട് മേടിച്ചിട്ട് ആരോടും പറയാതെ സ്തോത്രത്തിൽ ജാഗരിക്കുന്നവരും. പിന്നെ ഞങ്ങളുടെ ഒരു അമ്മയുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, 98 വയസ്സുണ്ട്. ഒരിക്കൽ സംസാരിച്ചപ്പോൾ തൻ്റെ ഏടിയ പറഞ്ഞ് എൻ്റെ അച്ഛനൊഴിച്ച് ആരെന്നെ തല്ലിയാലും തിരിച്ചു തല്ലുവന്ന്. അപ്പം ആരൊക്കെ തല്ലി മേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായില്ല. എൻ്റെ അച്ഛനൊഴിച്ച് ആരെന്നെ അടിച്ചാലും ഞാൻ തിരിച്ചടിക്കാം. അപ്പം ആരൊക്കെ അടി മേടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത കാര്യത്തെ ഞങ്ങൾ സംസാരിച്ച അമ്മച്ചി എന്നെ മരുമക്കളെ തല്ലിയെന്നാ നാട്ടുകാർ പറയാൻ. പിന്നെ ഞാൻ 4 മണിക്കൂർ ഇതിനെ അടിച്ച് തോട്ടിക്കളഞ്ഞാന്ന് പറഞ്ഞു. ഇപ്പോഴും ഉണ്ട്. അതെ. അപ്പൊ ചില വീടുകളിലെ കുടുംബജീവിതമല്ലേ, പ്രശ്നങ്ങളും അതുപോലെ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ചില സഹോദരിമാർ സഹിക്കാൻ പറ്റാതെ വരുമ്പം അങ്ങേരെ തല്ലാൻ ഒക്കത്തില്ല, തന്നെത്താൻ നെഞ്ചിനിട്ട് ഇടിക്ക് തന്നെത്താൻ അങ്ങനെയൊക്കെയ. അങ്ങനെയൊക്കെയുള്ള ചിലരുണ്ട്. അങ്ങനെയൊക്കെ വീടുകൾ നടക്കുമ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ സഹോദരന്മാര് ഞായറാഴ്ച സാക്ഷ്യം പറയുമ്പോൾ പരിജ്ഞാനത്തോടെ പറയണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി, അത്രോ പറയാവുള്ളൂ. അപ്പം ഞങ്ങൾക്ക് പിടി കിട്ടും, അങ്ങനെ പറയാവുള്ളൂ, അല്ലാതെ തെളിച്ച് പറയരുത്. കഴിഞ്ഞ ആഴ്ച മർക്കോസ് 5 നിറവേറി, അപ്പം ഞങ്ങൾ പെട്ടെന്ന് 5-ന്റെ 5 വായിച്ചോളാം. അങ്ങനെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമാകും. അതിനനുസരിച്ച് പ്രാർത്ഥിക്കാം. എന്തായാലും ശ്രദ്ധിക്കുക, ഇയ്യോബിന് കഷ്ടം വന്നപ്പോൾ ചൊറിഞ്ഞു, മറ്റവൻ ചതയ്ക്കുക, ഓടിച്ചു മുമ്പോട്ട് പോകാം. ഇങ്ങനെ ചതച്ചും ചൊറിഞ്ഞും ചുരണ്ടി ഇയ്യോബ് ഇരിക്കുക. സ്നേഹിതന്മാര് വാക്യങ്ങൾ എടുപ്പിക്കുന്നതിന് സ്നേഹിതന്മാര് എല്ലാം തന്നെ ദ്വേഷിക്കുന്നു. ഇയ്യോബിന് അനർത്ഥവും കഷ്ടതയും എല്ലാം കൂടെ സംഭവിച്ചപ്പോൾ വേണ്ട വെള്ളം വേണ്ട, നമുക്ക് ചൂടുണ്ട് അവിടെ, ഇപ്പം വേണ്ട, വെള്ളം കുടിക്കാറായില്ല. അപ്പൊ ശ്രദ്ധിച്ചേ, ഇനി അത് പറഞ്ഞ് നിങ്ങളൊരു തർക്കം വേണ്ട, ഇങ്ങോട്ട് നോക്കുന്നത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കഷ്ടതയും ഈ ശോധനയെല്ലാം വന്ന് ഈ രൂക്ഷമായ പ്രതിസന്ധി കൂടെ പോവുക. ഇയ്യോബിന് 2-3 സ്നേഹിതന്മാരുണ്ടായിരുന്നു. ഉടനെ ആ നല്ല സ്നേഹിതന്മാരാ കേട്ടോ. ഈ സ്നേഹിതന്മാർ 2-3 പേരോട് പറഞ്ഞു, അയ്യോ നമ്മുടെ സ്നേഹിതൻ ഇയ്യോബ് വല്ലാത്ത കഷ്ടത്തിൽ കൂടെ പോവുക, പിള്ളേരെല്ലാം ചത്തു, സമ്പത്തെല്ലാം നശിച്ചു, ഇപ്പം പുള്ളിയും ദീനം പിടിച്ച് ആകെ പരുവക്കേടിയിരിക്കുക, നമുക്ക് അത്തറ്റം പോയി പുള്ളിയോട് കൂടെ 10 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കുക, സഹതപിക്കുകയൊക്കെ ചെയ്യാം. നല്ല സ്നേഹിതന്മാർ അവരാ സ്നേഹിതര്. കഷ്ടതയിൽ വരുന്നവര്, നീ ശോധനയെ കൂടെ പോകുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്നവർ, നിനക്ക് പ്രതിസന്ധി വരുമ്പോൾ നിനക്ക് കൈത്താങ്ങൾ തരുന്നവര്, ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ വരുമ്പോൾ നിന്റെ അവരാ സ്നേഹിതര്. സ്തോത്രം. അല്ലാത്തവര് സ്നേഹിതരല്ല. കാവ്യമുണ്ട് പറഞ്ഞു, സുഖത്തിലുണ്ടാം സഖിമാരനേകർ. പിന്നെ സുഖത്തിലുണ്ടാം സഖിമാരനേകർ. സുഖത്തിലേ ഇഷ്ടം പോലെ കൂട്ടുകാർ കാണും, വീടും വണ്ടിയും ചുറ്റുപാടും കാശും, ആൾക്കാരുടെയൊക്കെ കാശ് എടുത്ത് വീശും. ഇഷ്ടം പോലെ ആൾക്കാർ, ഇഷ്ടം പോലെ സ്നേഹിതരാ ഇല്ലേ? എല്ലാരും വരും, ബ്രോ
ഇപ്പൊ അങ്ങനല്ലേ പിള്ളേരെല്ലാം പറഞ്ഞേ, സ്നേഹിതാന്നൊന്നുമില്ല അങ്ങനെ അവനെ ഇഷ്ടം പോലെ കാണും. സുഖത്തിൽ ചുമ്മാ പോകുന്നതിനും കയറി ഫ്രണ്ട്ഷിപ്പ്. ഇപ്പം എല്ലാവർക്കും കയ്യിലുണ്ടല്ലോ ഇഷ്ടം പോലെ. അതിനെന്നാ പറയുന്നേ? ഓ എന്തുവാ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ? ഏതാ അല്ല നീ ആൾക്കാർ കൂട്ടുകൂടുന്നതിന് ആയിക്കോട്ടെ, ഇഷ്ടം പോലെ വരും. അതാ കവി പറഞ്ഞത്, സുഖത്തിലുണ്ടാം സഖിമാരനേകർ, ദുഃഖം വരുമ്പോൾ പുനരാരുമില്ല. പരുവക്കേടാന്ന് കണ്ടാൽ വിളിക്കുമ്പോഴെല്ലാം അവൻ പരിധിക്ക് പുറത്താ. മറ്റേത് എപ്പോഴും പരിധിയോട് ചേർന്നാ അവൻ നിൽക്കുന്നത്. സുഖത്തിലേ പോടാന്ന് പറഞ്ഞാൽ പോലും പോകില്ല. ഇവിടെ ഇതിലെ കൂടെ പോകുമ്പോൾ ഇതിലേ വന്ന് നിൽക്കും. ദുഃഖം വരുമ്പോൾ ഇത് ലോകത്തിന്റെ പ്രകൃതി അതാണ്. എന്നാൽ ഇയ്യോബിന്റെ 2-3 സ്നേഹിതന്മാർ സ്തോത്രം, ഇയ്യോബിന് കഷ്ടമെല്ലാം കൂടെ വന്നപ്പോൾ പറഞ്ഞു, നമുക്ക് അത്തറ്റം പോയി പുള്ളിയുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുകയും സഹതപിക്കാൻ. 2:11 വായിച്ചേ മോളെ. അനന്തരം തേമാന്യനായ എലീഫസ്, ശൂഹനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും, ചുരുക്കി പറഞ്ഞാൽ ഇയ്യോബിന്റെ കൂടെ സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിക്കുവാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവര് 3 പേരും കൂടെ ഒത്തുകൊണ്ട് പറഞ്ഞ് നമുക്ക് പുള്ളിയുടെ പോകാം, പ്രാർത്ഥിക്കാം, ഇരിക്കാം. നല്ല സ്നേഹിതന്മാർ. പക്ഷെ എന്റെ ഭാഷ പറഞ്ഞാൽ ആശ്വസിപ്പാനും സഹതപിപ്പാനും ആശ്വാസവചനങ്ങളൊക്കെ പറയാനാ വന്നെങ്കിലും വന്നപ്പോ പ്ലേറ്റ് തിരിച്ചു വേദനിപ്പിക്കുന്ന ആശ്വാസകന്മാരായി. പ്രാർത്ഥിക്കാനാ വന്നേ, പക്ഷെ പാര വെച്ചേച്ചാ. നമ്മളൊക്കെ നീ പ്രാർത്ഥിക്കാൻ വരുന്നവരെല്ലാം പ്രാർത്ഥിക്കുക എന്നാണോ? കൊള്ളാം, മിക്കതും പാരയല്ല, വലിയ അലവാങ്ക ആണെന്നോ. പ്രാർത്ഥിക്കാനാ വന്നത്, പക്ഷെ എല്ലാം ഒരുത്തം വന്ന് ചോദിച്ചു ചൊറിഞ്ഞിരിക്കുന്ന പുള്ളിയോട്, നേരുള്ളവർ മുടിഞ്ഞു പോയത് എവിടാന്ന്. എങ്ങനുണ്ട്? എന്നാൽ വേറൊരുത്തം വന്ന് പറഞ്ഞു, നിന്റെ പിള്ളേരെല്ലാം ക്ലിയർ ആയിരുന്നെങ്കിൽ പെര പുറത്ത് വീണിയാകുമായിരുന്നു. എന്നാൽ ഒരുത്തം വന്ന് ചോദിച്ചു, എന്തോ കുഴപ്പങ്ങളുണ്ടെന്നാ ഇതൊക്കെ ഈ വീട്ടിലിങ്ങനെ എല്ലാവരും വേദനിപ്പിക്കുക വാക്കുകൾ കൊണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കും. അതെ, ഓടിച്ച് മുമ്പോട്ട് പോകാം. സ്നേഹിതന്മാരെല്ലാം ദ്വേഷിക്കാൻ തുടങ്ങി. ആ തെറ്റി ഒഴിഞ്ഞു പോകുന്ന 2-3 പേർ അവരും ഇപ്പം മിണ്ടുന്നില്ല. സമ്പത്ത്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ വൈതരണികളാ. സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു, തലമുറയെല്ലാം നഷ്ടപ്പെട്ടു, ശരീരം രോഗത്താൽ പിടിക്കപ്പെട്ടു, അസഖ്യമായ വേദനയും വല്ലാത്ത ചൊറിച്ചിലും, സ്നേഹിതന്മാർ ദ്വേഷിച്ചു, തെറ്റി ഒഴിഞ്ഞു പോകുന്നവരിപ്പം മിണ്ടുന്നില്ല. അയൽക്കാർക്കെല്ലാം നിന്നതിനായി വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല. അയൽക്കാരെല്ലാം നിന്ദിക്കാൻ തുടങ്ങി. സ്തോത്രം, എല്ലാം പ്രതികൂലമാണ്. ഒടുവില് ശ്വാസത്തിന് ദുർഗന്ധം വെച്ചു. ഇയ്യോബിന്റെ ശ്വാസത്തിന് ദുർഗന്ധം. ഈ അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ വരുന്ന ശ്വസിക്കുന്ന ആ ശ്വാസത്തിന് ഇപ്പൊ ദുർഗന്ധം. അത് ഭാര്യയ്ക്ക് പോലും അസഖ്യമായെന്ന 19:17 എല്ലാ വാക്യങ്ങളും വായിപ്പിക്കുന്നില്ല. മോളെ 19:17 വായിച്ചോ. എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും. എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഹ്യവും. കല്യാണം കഴിഞ്ഞ സമയത്ത് അടുത്തങ്ങ് ഇരിക്കുക. അച്ചായും ദീർഘശ്വാസം വിടുമ്പോ അതുകൂടെ വേണേ അമ്മാമ. ഇപ്പത്തെ ശ്വാസം പോലും, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഖ്യവും, എന്റെ യാതന എന്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പുമായി. ശ്വാസത്തിന് വരെ ദുർഗന്ധം വെച്ചു എന്ന് പറഞ്ഞാൽ ഈ പുറമെയുള്ള പരുക്കളേക്കാൾ ഉപരി ഉള്ളിന്റെ ഉള്ളിൽ പരുക്കളും വ്രണങ്ങളും വടുക്കളും ഉണ്ടായി. അതകത്ത് പൊട്ടി ചീഞ്ഞ് നാറിയിട്ട് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിന് ദുർഗന്ധം. അല്ലാതെ ഇയ്യോബിന് കരപ്പം വന്നതാണെന്നും പറഞ്ഞ് കണ്ണടച്ചിരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പുറമെയുള്ള പരുക്കളേക്കാൾ വ്രണങ്ങളേക്കാൾ ഉപരി ഉള്ളിന്റെ ഉള്ളിൽ പരുക്കളും വ്രണങ്ങളും വന്നത് പൊട്ടി ചീഞ്ഞു നാറിയിട്ട് അകത്ത് നിന്ന് പുറത്തോട്ട് വരുന്ന ശ്വാസത്തിനും ദുർഗന്ധം വെച്ചു. അല്ല, എന്റെ ശ്വാസം എന്റെ ഭാര്യയ്ക്ക് അസഖ്യവും, എന്റെ യാതന എന്റെ ഉടപ്പിറന്നവൾക്ക് അറപ്പുമായി. വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, എന്റെ മുഖം തുപ്പലിനേൽപ്പിച്ചെന്ന്. കാണുന്നവരെല്ലാം തുപ്പുക.
ചുമ്മാ ഇരിക്കുന്നവനും അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ചുമ്മാ ഇരിക്കുന്നവന് നമ്മളെ തുപ്പും. പ്രൈസ് ദി ലോർഡ്. എല്ലാം തനിക്ക് പ്രതികൂലമായി ഓടിച്ചു പറയാ. എന്റെ ഭാഷയാ, ഒടുവിൽ അമ്മാമ്മയും കാല് വാരി. 2:9 വായിച്ചോ മോളെ. അവന്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മാമ്മയും കാല് വാരി. നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. എല്ലാം തനിക്ക് പ്രതികൂലമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് പറയട്ടെ, നിനക്കെല്ലാം പ്രതികൂലമാകും. പിശാച് ഓർത്തത് എല്ലാം നഷ്ടപ്പെട്ടില്ലേ, തലമുറ 10 മാറ്റപ്പെട്ടു, സമ്പത്ത് മുഴുവൻ നശിച്ചു, സ്നേഹിതന്മാർ ദോഷിച്ചു, അയൽക്കാർക്ക് നിന്നതിനായി, തെറ്റിയൊടിഞ്ഞവൻ മിണ്ടാനായി, വേലക്കാരൻ മിണ്ടാനായി, ആമെ തുപ്പലിനെ ആമെ ഏൽപ്പിച്ചു കൊടുത്തു, മുഖം അസഖ്യമായ വേദനയായി, ശ്വാസത്തിന് ദുർഗന്ധം വെച്ചു, എല്ലാം പ്രതികൂലമായി. ഒടുവിൽ ഭാര്യയും കാലുവാരി. ഞാൻ ഭാര്യയെ കുറ്റം പറയത്തില്ല, അതുവരെ സഹിച്ചു നിന്നല്ലോ, ഇല്ലേ? ഇന്നത്തെ ഭാര്യയാന്നല്ലോ, ഇതുവരെ സഹിച്ചു നിൽക്കുവോ? നിങ്ങൾ സത്യം പറ. നിൽക്കും. ചിലപ്പം നിൽക്കും, കൂടെ വേറെ വർത്താനവും പറയും. ചായ കൊണ്ട് കൊടുക്കുമ്പോ കുടിച്ചോ, ഞാനായതുകൊണ്ടാണ് ഇട്ട് തരുന്നത്, അങ്ങനെയൊക്കെ പറയും. അല്ല, കൊള്ളിച്ച വർത്താനം. നിങ്ങൾ വല്ല വരുന്ന ആദ്യത്തെ കന്നാലി എത്തപ്പോഴേ കൂടിന്റെ കുടുംബിക്ക് പിടിച്ച് നിങ്ങളുടെ വീട്ടിൽ പോയാനും പലരും. എന്നാൽ ഈ സഹോദരി ഇതുവരെ സഹിച്ചു നിന്നല്ലോ. അങ്ങേയറ്റം പറ്റിയപ്പോൾ അവളും ത്യജിച്ചു പറഞ്ഞു, നീ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയാൻ. എല്ലാം പ്രതികൂലമായി. ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പാകം വിടാം. എല്ലാം പ്രതികൂലമായി. ഇയ്യോബിന്റെ പരാജയത്തിന്റെ പാട്ട് കേട്ട് അതപ്പതിക്കുന്ന കാണുവാൻ സാത്താനും കൂട്ടരും നോക്കി നിന്നപ്പോൾ ഇയ്യോബ് പരാജയത്തിന്റെ പല്ലവിയല്ല പാടിയെന്ന് നമുക്കറിയാം. ഇയ്യോബ് എന്നാ പറഞ്ഞത്? 13:15 വായിച്ചേ മോളെ. 13:15. എല്ലാം നഷ്ടപ്പെട്ടു, ആമൻ ഭാര്യയും തള്ളിപ്പറഞ്ഞു, ശ്വാസത്തിന് ദുർഗന്ധം വെച്ച് ഇയ്യോബ് ആമൻ അധപ്പതനത്തിന്റെ പദം കേൾക്കുവാൻ കാത്തിരുന്നപ്പോൾ ആമൻ ഇയ്യോബ് പാടിയതന്നെ 13:15. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. മതി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും നമ്മുടെ യേശുവിനാ. അതുകൊണ്ട് ഇയ്യോബിനറിയാ, ഈ ശോധനകളും ഈ പ്രതികൂലങ്ങൾ വന്നത് അവൻ ദൈവം അറിയാതല്ല, ദൈവം അറിഞ്ഞോണ്ട് ഇന്ന് രാത്രി ഈ സമ്പത്ത് നഷ്ടപ്പെട്ടതും തലമുറ നഷ്ടപ്പെട്ടതും ഈ രോഗം വന്നതും പീഡ വന്നതും എല്ലാവരും ത്യജിച്ചതും തള്ളിപ്പറഞ്ഞതും തള്ളിക്കളഞ്ഞതും എന്റെ ദൈവം അറിഞ്ഞോണ്ടാ. സകലത്തിന്റെ അധികാരി എന്റെ കർത്താവാ. അതുകൊണ്ട് അയ്യോ 13:15 പറയുക, അവൻ എന്നെ കൊന്നാൽ ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, കഷ്ടങ്ങളും പ്രയാസങ്ങളും ശോധനകളും വരുമ്പോൾ തളർന്നു പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. അങ്ങനല്ലേ? കൊരിന്ത്യർ 10:13 വായിച്ച് മോളെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10:13 പെട്ടെന്ന് വായിച്ചു. 14 നേരെ മേളി കണ്ണിക തീരുന്നിടത്ത്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം നിനക്ക് തരികയല്ലെന്ന്. ചില സഹോദരിമാരൊക്കെ നിങ്ങളെ ബഹുമാനിക്കുക, സഹോദരിമാര് പറയാറുണ്ട്, എൻ്റെ അമ്മാമയെ ഞാനായതുകൊണ്ടാണ് ഇതെല്ലാം സഹിച്ചിങ്ങനെ അല്പകൂടെ സാമർഥ്യമുള്ള സഹോദരിമാര് പറയുന്നത് എങ്ങനെയാണെന്നറിയോ? എൻ്റെ അമ്മാമയെ ഞാനായതുകൊണ്ടാ ഇതെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ അതിനും ഒരു ടോർപ്പിടോ. എന്നാലും ബൈക്കിന്റെ പുറകെ വെച്ച് ഉരുട്ടിയിടാതെ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഈ ചള്ളും പള്ളും എല്ലാം കേട്ടാലും കയറിയിരിക്കടി, വളവുണ്ട്, മുറുക്കെ പിടിച്ചോണം. ഇനിയിപ്പോൾ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യണം, വേണ്ടേ? വിടിട്ടേച്ച് പോകാൻ പറ്റുമോ? നല്ല ഏലായി. ഈ ചള്ളും പൊട്ടുപോൽ നിങ്ങളൊരു സ്തോത്രം പറ. നിങ്ങളല്ല, അവർക്കുള്ള കാര്യമല്ലേ പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ പിന്നെ തരാം, നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കേ. ഈ ചള്ളും പള്ളും ഒക്കെ കേട്ടാലും ഉരുട്ടിയിടാതെ ബൈക്കിന്റെ പുറകിൽ വെച്ചേ, അല്ലെ കാറെ കയറ്റി, അല്ലെ സൈക്കിളിന്റെ പുറകിൽ, എവിടെ ആയിക്കോട്ടെ, ഉരുട്ടിയിടാതെ ഇവിടെ കൊണ്ടുവരികയും ഇനി യോഗം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ടേ? ഒരു സ്തോത്രം പറഞ്ഞു.
അങ്ങനെയാണോ സ്തോത്രം പറയുന്നത്? നിങ്ങളോട് പറയാം. അപ്പൊ ചില സഹോദരിമാരാ പറയുന്നത്, ഞാനായതുകൊണ്ടാണെല്ലാം സഹിച്ച് ഇങ്ങേരുടെ കൂടെ. ഞാൻ നിങ്ങളോട് പറയാം, പേരെന്നാ? അത് പാസ്റ്റർ പാസ്റ്റർ എന്ത് ചെയ്യും? പാസ്റ്റർ അന്ന് മുങ്ങിയതാ. പേരെന്തുവാ? പാസ്റ്റർ ഭാര്യയാണോ? എന്നാ പോട്ടെ, വെറുതെ അലോഗ്യം ഉണ്ടാക്കണ്ട. നിങ്ങളോട് പറയാം, ഞാൻ സഹോദരിമാരോട് പറയാറുണ്ട്, എന്നെ കേൾക്കുന്ന പ്രിയ അമ്മേ അല്ലെങ്കിൽ സഹോദരി, ഇതെല്ലാം സഹിക്കാനും വഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും, അത് തന്മയത്വത്തോടെ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഇത് പരിഹരിക്കാൻ നിനക്ക് നല്ല കൃപയും തന്മയത്വവും വൈഭവവും സമർപ്പണവും സഹിഷ്ണുതയും ക്ഷമയും ഉണ്ടെന്ന് ദൈവത്തിന് നിന്നെ പറ്റി നല്ല ഉറപ്പുള്ളത് കൊണ്ടാ ഈ സാധനത്തിനെ നിന്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് തന്നത്. ഇനി നിങ്ങളൊരു സ്തോത്രം പറ. ഇങ്ങനെ ആ സ്തോത്രം പറയുന്നത് അല്ല, ഇങ്ങനെ പറയണം. ഇപ്പൊ കണ്ടോ? മനസ്സിലായോ? ഇതെല്ലാം സഹിപ്പാനും ക്ഷമിക്കാനുമുള്ള കൃപയും സമർപ്പണവും വിനയവും സഹിഷ്ണുതയൊക്കെ നിനക്കൊണ്ടെന്ന് ദൈവം തമ്പുരാന് നിന്നെപ്പറ്റി, എൻ്റെ കുഞ്ഞന്നാമ്മേ, നിന്നെപ്പറ്റി നല്ല അറിവുള്ളത് കൊണ്ടാ ഈ സാധനത്തിനെ നിന്റെ കയ്യിൽ തന്നെ സൂക്ഷം കൊണ്ട് തന്നത്. ഇത് കുഞ്ഞമ്മയുടെ കയ്യിലായിരുന്നു, അവൾ ഞെക്കിക്കൊന്നേനം. കുഞ്ഞമ്മയുടെ കയ്യിൽ ഇതിനെ കൊടുക്കാതെ കുഞ്ഞന്നാമ്മയുടെ കയ്യിൽ കൊണ്ട് തന്നത്. കുഞ്ഞന്നാമ്മയെ പറ്റി ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്, ആമേൽ കറിയാക്കുട്ടീനെ ഞെക്കി കൊല്ലത്തില്ലെന്ന്. അതുകൊണ്ടാ കൊണ്ട് നടന്നത്. ഒന്നുകൂടെ ഒരു ഹല്ലേലൂയ പറ. ഇങ്ങനെ ഹല്ലേലൂയ പറ. നമുക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും നിന്റെ ദൈവം നിനക്ക് തരികയില്ല. കാരണം സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. ഈ രോഗം അത് സഹിക്കുമെന്ന് ദൈവത്തിന് അറിയാം. ഈ കഷ്ടത നീ തരണം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാം. ഈ ശോധന അത് മറികടക്കുമെന്ന് ദൈവത്തിന് അറിയാം. ഈ പോരാട്ടം അതിജീവിക്കുമെന്ന് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് നിനക്ക് തന്നെ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇത് വേറൊരുത്തന് കൊടുത്തിരുന്ന അവൻ ആത്മഹത്യ ചെയ്തേനം, അല്ലെ റെയിൽവേ പാളത്തിൽ തല വെച്ചേനം, അല്ലെ അവൻ തൂങ്ങിച്ചത്തേനം, ഇല്ലേ അവൻ നെയ്യാർ ഡാമിൽ പോയി ചാടിച്ചത്തേനം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ ശോധനകളും ഈ കഷ്ടതകളും വന്നിട്ടും ഇന്ന് രാത്രി നീ ഇതിനകത്തിരുന്ന് ഹല്ലേലൂയ പറയുകയും സ്തോത്രം ചെയ്യുകയും കൈയടിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് ദൈവത്തിനറിയാം. നീ തകർന്നു പോകത്തില്ല, നീ നശിച്ചു പോകത്തില്ല. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. നിനക്ക് സഹിക്കാൻ പറ്റാത്തത് ദൈവം തരത്തില്ല. ഇന്ന് രാത്രി നീ ബലപ്പെട്. പ്രൈസ് ദി ലോർഡ്. ശക്തിപ്പെട്. നിനക്ക് സഹിക്കാൻ പറ്റാത്ത ഒന്നും ദൈവം തരത്തില്ല. ഓ കൃപ. ശോധന വളരെയുണ്ട് എനിക്ക് നാദാ, പരിശോധന നൽകുന്ന പുതുക്കുന്നപ്പ. ശോധന വളരെയുണ്ട് എനിക്കുന്നത, പരിശോധന നൽകുന്ന പുതുക്കുന്നപ്പ. പാർശ്വരാജ്യ പ്രഭു താണ്ടം സഞ്ജയ്വാൻ എന്റെ അരികിലെത്തിയെന്നും ഇരുട്ടിന്റെ ദേവൻ നീ പോയിക്കൊള്ളുക. സർവശക്തൻ എന്നെ കാവലുണ്ട്. ഇനിമേൽ എനിക്കില്ലോർ ഭയം. ഇനിമേൽ എനിക്കില്ലോർ ഭയം. ഇനിമേൽ
വിശ്വാസ കപ്പലിൽ കാറ്റുകൾ അടിച്ചാൽ തിരകൾ മേലഞ്ഞാൽ നാശത്തിൻ പാറമേൽ തട്ടിയിട്ടുടയാ യേശുയൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം അറിയാതെ നിനക്കൊന്നും വരികയില്ല. ഞാൻ ഓടിച്ചു നിർത്താം. 9 കഴിഞ്ഞല്ലേ? എന്നെ ചെയ്യണം? ഇവരെ അല്ല, 5-8 മിനിറ്റ് കൂടെ എടുക്കട്ടെ? ഇന്ന് പറയാവുന്നിടത്തോളം പറയാം. ഒക്കുന്നില്ലേ? കർത്താവ് വരാൻ താമസിച്ച അത് മതി. അല്ല, ഗുണമാകാനാണ് ഇതൊക്കെ മതി. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, മനുഷ്യക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ ഒരു കാര്യം പറയാ, നിനക്ക് സഹിക്കാൻ പറ്റാത്തതൊന്നും ദൈവം തരികയില്ല. തരത്തില്ല. സ്തോത്രം. പഴയ പാട്ടാ എനിക്കിഷ്ടം, അതാ കൂടുതൽ പാടുന്നെന്ന് പറയത്തില്ല, പറയുക. മൂത്താബാക്കലെ കൊച്ചുകുഞ്ഞിന് എഴുതിയൊരു പാട്ടുണ്ട്. സന്ദർഭം ഇതാ, തൻ്റെ മകൻ മരിച്ചു, ശൗമേല് കുട്ടി. ഇപ്പോഴല്ല, പണ്ട് മരിച്ചപ്പം മകന്റെ ഡെഡ് ബോഡി വെച്ചോണ്ട് എഴുതിയ വരികളാ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന. ഞാൻ പാടിക്കോളാം. ഒരു കാര്യം പറയാനാ. അടുത്ത പാട്ട് പാടുമ്പോ എന്റെ കൂടെ പാടണം. ഇത് വേറൊരു വകുപ്പുണ്ട് അതിനാ. അപ്പം മകൻ മരിച്ചപ്പം ഡെഡ് ബോഡി വെച്ചോണ്ടാ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ. അടുത്ത പാട്. ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ. എന്റെ പൊന്നച്ചോ മതി, അവിടെ നിൽക്കും. അപ്പൊ ദുഃഖത്തിന്റെ പാന മാത്രം മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അത് സന്തോഷത്തോടിഞ്ഞ് വാങ്ങിയിട്ട് അനാവശ്യം പറഞ്ഞെന്നാന്നോ? പിന്നെ പാത്രം തല്ലിപ്പൊട്ടിച്ചെന്നാന്നോ? ആ ദുഃഖത്തിന്റെ പാനമാത്രം ഇങ്ങോട്ട് വാങ്ങിയേച്ച് അലറിയെന്നോ അലമുറ കിട്ടെന്നോ അനാവശ്യം പറഞ്ഞെന്നോ അല്ല. ആ പാത്രം ഇങ്ങോട്ട് വാങ്ങിയേച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ പാടി. ചോദ്യം നിങ്ങളോടാ, ഇതുവരെ ഞാനല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞിന്റെ കയ്യിലോട്ട് ദൈവം തമ്പുരാൻ ദുഃഖത്തിന്റെ പാനപാത്രം കൊടുത്തപ്പോൾ ആ പാനപാത്രം കൊച്ചുകുഞ്ഞ് കയ്യിലോട്ട് വാങ്ങി, അലമുറ ഉണ്ടാക്കാതെ, നിലവിളി ഉണ്ടാക്കാതെ, മറുക്കാതെ, പിറുപിറുക്കാതെ, എതിർക്കാതെ, ഉടക്കാതെ, ഉതയ്ക്കാതെ ആ പാനപാത്രം ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് കൊച്ചുകുഞ്ഞ് ഹല്ലേലൂയ പാടി. അതെന്നാ കൊച്ചുകുഞ്ഞ് ഹല്ലേലൂയ പാടാൻ കാര്യം? മുന്നിൽ ഇരുത്തിരിക്കുന്നതാ. ദുഃഖത്തിന്റെ പാനപാത്രം തന്റെ കയ്യിലോട്ട് കിട്ടിയപ്പോൾ അത് വാങ്ങി സന്തോഷത്തോടെ ഹല്ലേലൂയ പാടി. പാടാൻ കാരണം, നാളൊരാളെ പറഞ്ഞ കൊച്ചുകുഞ്ഞിന് വാട്ടൊത്തിരി അറിയാമായിരുന്നെന്ന്. അതുകൊണ്ട് ശരിയാ. പാടാൻ കാരണം ആ പാട്ടറിയാമെങ്കിൽ അതിന്റെ ആൻസർ അതിനകത്തുണ്ട്. അമ്മാമ്മയുടെ പേരെന്നാ? ബിയൂല. ആ, നല്ല പേരാന്നല്ലോ. അമ്മാമ്മ പറഞ്ഞതാ എന്റെ ശരി. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് കയ്യിലോട്ട് കൊടുത്തപ്പോൾ മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ് എതിർക്കാതെ കൊടുക്കാതെ വാങ്ങി സന്തോഷത്തോടെ ഹല്ലേലൂയ പാടാൻ കാരണമെന്നാന്ന് കൊച്ചുകുഞ്ഞ് തന്നെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ ചെയ്യുകയില്ല,
ദോഷമായിട്ടൊന്നും എന്നോ എന്റെ ദാതൻ. സമയമില്ല ദൈവമൈതലേ, നിന്റെ ദൈവം നിനക്ക് ദോഷമൊന്നും വരുത്തുകയില്ല. നിന്റെ ദൈവം നിനക്ക് അനർത്ഥമൊന്നും വരുത്തുകയില്ല. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. എന്നിട്ട് പറയും ആ ദൈവം വിശ്വസ്തൻ. അടുത്തത് വായിക്കുമോളെ. അയ്യോടി, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം അല്ലയോ വായിച്ചത്? 14-ന്റെ മേളില് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. പിന്നെ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്ക് വഴി ഉണ്ടാക്കി തരും. ഇന്ന് രാത്രി നിനക്ക് നീക്കുപോക്ക് തരുന്ന രാത്രിയാ. ഈ രാത്രി നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. ഏത് വിഷയത്തിൽ നീ ഭാരത്തോടെ മനംനൊന്നും മനോവേദനയോടെ വന്നു, വിഷയത്തിൽ ഇന്ന് രാത്രി യേശു നിനക്ക് പോക്ക് വഴി ഉണ്ടാക്കും. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. നീ രോഗിയായിട്ട് വന്നെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചയക്കും. നീ മനോവേദനയോടെ വന്നെങ്കിൽ ഇന്ന് രാത്രി നിന്റെ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടെ വരാൻ പോകയാ. ഇന്ന് രാത്രി രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കുന്ന രാത്രിയാ. ഈ രാത്രി നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന രാത്രിയാ. യേശു നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. യേശു നിന്നെ സൗഖ്യമാക്കും. യേശു നിന്നെ രക്ഷിക്കും. യേശു നിന്നെ വിടുവിക്കും. യേശു നിന്നെ സൗഖ്യമാക്കും. പരീക്ഷയോടുകൂടെ പോക്കുവഴിയുണ്ട്. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം യേശുവിന്റെ പരിശുദ്ധ നാമം. ആ പരീക്ഷയോടുകൂടെ പോക്കുവഴിയുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവം നിനക്ക് വഴി തുറക്കാൻ പോവുക. സകലത്തിന്റെ അധികാരി നമ്മുടെ കർത്താവാ. സകലത്തിന്റെ അധികാരി കർത്താവാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിന് പരീക്ഷകൾ നേരിട്ട് എല്ലാം ഒന്നും വിവരിക്കാൻ നേരമില്ല. വിവിധ പരീക്ഷകൾ വന്നു. 40 കഴിഞ്ഞപ്പോഴല്ല പരീക്ഷ, 40 ദിവസവും പരീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ 40 കഴിഞ്ഞപ്പോൾ പരീക്ഷ അടുത്ത് വന്നു. 40 ദിവസവും നടന്ന പരീക്ഷയുടെ ക്രോഡീകരണം എന്ന നിലയിൽ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് വന്നു. എല്ലാം വിവരിക്കുന്നില്ല. പിശാച് വന്നേച്ച് പറഞ്ഞു 40 ഇരുന്നല്ലയോ? ഇരുന്നു. വിശപ്പുണ്ടല്ലയോ? ഒരു കാര്യം ചെയ്യ, ഈ കല്ലുകളല്ല അപ്പമായി തീരാ. 40 ഇരുന്ന് കൃപയൊക്കെ കെട്ടിച്ചിരിക്കുകയല്ലേ. യേശുവിൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളായിരുന്നു ഉടനെ കല്ലിന് വേണ്ടി പ്രാർത്ഥിക്കും. കല്ലിന് കർത്താവ് ഈ കല്ലുകളെ എല്ലാം അപ്പമാക്കി തീർത്ത് നിന്റെ നാമത്തെ നമ്മൾ പ്രാർത്ഥിക്കും. റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞ് പടൽ വെട്ടിക്കുന്ന കാണാം. യേശു പറഞ്ഞടാ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ട് ജയിച്ചോണം. പരീക്ഷ വചനത്താൽ ജയിച്ചോണമെന്ന്. അതിൽ തോറ്റപ്പം പിശാച് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ചെയ്യ, ഉയർന്ന ഒരു മലയെ കൊണ്ടുപോയി. മത്തായി ഉയർന്ന മലയെന്നാണ് എഴുതിയേക്കുന്നത്. ലൂക്കോസ് മലയെന്നല്ല, മേപ്പോട്ട് കൊണ്ടുപോയെന്ന. അതാ കുറച്ചുകൂടെ നല്ലത്. കാരണം ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യവും ക്ഷണനേരത്തിൽ കാണിച്ചു. കാണിച്ചു പറഞ്ഞു ഇതെല്ലാം എൻ്റെതാ, എങ്കൽ ഫലമേൽപ്പിച്ചു. പിന്നെ ഒറ്റ കണ്ടീഷൻ, എന്നെ ഒറ്റ വർഷിപ്പ് മുഴുവൻ തന്നേക്കാന്ന് പറഞ്ഞു. അത് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, എനിക്കിഷ്ടമുള്ളവനെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ടെന്ന്. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, കന്നുകാലിയെ ആരാധിക്കരുത്, വൃക്ഷത്തെ ആരാധിക്കേണ്ട, പ്രകൃതിയെ ആരാധിക്കേണ്ട, സൂര്യനെ ആരാധിക്കേണ്ട, ചന്ദ്രനെ ആരാധിക്കേണ്ട, നക്ഷത്രങ്ങളെ ആരാധിക്കേണ്ട, ആ കല്ലും കട്ടയും ഒന്നും ആരാധിക്കേണ്ട. മനുഷ്യനെ ആരാധിക്കേണ്ട, ആണിനെ ആരാധിക്കേണ്ട, പെണ്ണിനെ ആരാധിക്കേണ്ട, അമ്മയെ ആരാധിക്കേണ്ട, അപ്പനെ ആരാധിക്കേണ്ട, കൊച്ചുങ്ങളെ ആരാധിക്കേണ്ട, പാസ്റ്റർമാരെ ആരാധിക്കേണ്ട, അച്ഛനെ ആരാധിക്കേണ്ട, തിരുമേനിയെ ആരാധിക്കേണ്ട, പരിശുദ്ധ തിരുമേനിയെ ആരാധിക്കേണ്ട, അമ്മ മറിയേമിനെ ആരാധിക്കേണ്ട, ഒരു മധ്യസ്ഥനെ ആരാധിക്കേണ്ട. ആരാധനക്ക് യോഗ്യൻ ദൈവമാണ്. അമ്മേനെ അപ്പനെ ആരാധിക്കേണ്ട, അമ്മയെ അപ്പനെ ബഹുമാനിച്ചാൽ മതി. അങ്ങനെ പുസ്തകത്തിലെ വാക്യം. അപ്പനെ അമ്മയെ ആരാധിക്കണ്ട, അപ്പനെ അമ്മയെ അത് അത്യാവശ്യം അപ്പനെ അമ്മയും ബഹുമാനിക്കണം. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ 5 കുർബാനയ്ക്ക് പോകേണ്ട ഒരു ഗുണവും വരികയല്ല നിനക്ക്. ആ പള്ളിയും കൂടെ നിന്റെ മണ്ട വീഴും.
അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ 40 ദിവസം പെന്തിക്കോസ് കോളി വന്ന് മുമ്പ് തമ്പേറെല്ലാം കൂടെ 5 തമ്പേർ തല്ലി പൊട്ടിച്ചു. ആയത്തിലടിക്കുകയല്ലേ. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ തമ്പേർ തല്ലി പൊട്ടിച്ച് അവസാനം നിന്റെ ഒരപ്പൂട്ടിളകാന്നല്ലാതെ യാതൊരു ഗുണവും നിനക്ക് വരികയില്ല. എടാ, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ മലയ്ക്ക് പോയത് കൊണ്ട് നിന്നെ കടുവ പിടിക്കും. ഈയിടെ ഇറങ്ങിയെന്നാ കേൾക്കുന്നത്. മനസ്സിലായോ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ മലയ്ക്ക് പോയിട്ട് തന്നെ എടുക്കാനാ? അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ മക്കയ്ക്ക് പോയിട്ട് തന്നെ എടുക്കാനാ? നീ പോകുന്ന വിമാനവും കൂടെ തകരും. അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ നീ യോർദാൻ നദി കാണാൻ പോയി. ഞാൻ പത്രോസ് കഴിച്ച മീൻ ഞാനും മേഴ്സിയും കഴിച്ചു. പിന്നെ ചുമ്മാ ഊളത്തരവെല്ലാം പറഞ്ഞ്. ഒരു കാര്യം പറയാം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, പക്ഷേ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാ. സകലത്തെയും നിർമ്മിച്ച ദൈവം, സർവശക്തനായ ദൈവം, നിത്യനായ ദൈവം, അനാദിയായും ശാശ്വതമായുള്ള ദൈവം, ആമ സർവത്തെയും സൃഷ്ടിച്ച ദൈവം, അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അത് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്താം ഇന്നത്തെ മെസ്സേജ്. ബാക്കി ബഹുമാന്യ കർത്തദാസന്മാർ അനുവദിച്ചതുപോലെ കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത സിയോൻ കൺവെൻഷന് പറയാം. അതാ നല്ലത്. സ്തോത്രം. ഇപ്പൊ ഇന്നങ്ങ് ഒരാൾ പറഞ്ഞ പോലെ ഇന്നങ്ങ് നിർത്താം. അതുകൂടെ പറഞ്ഞങ്ങ് നിർത്തുക. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. സ്തോത്രം. ഈ കാണുന്ന ചരാചരങ്ങളെയോ ആമൻ സ്വത ഭൂചര ഖേചര വസ്തുക്കളെ ഒന്നും ആരാധിക്കരുത്. ആമ സൂര്യനെയും ചന്ദ്രനെ ആരാധിക്കരുത്. സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. നക്ഷത്രത്തെ ആരാധിക്കരുത്. നക്ഷത്രത്തെ ആമ ചമച്ചൊരു ദൈവമുണ്ട്. ഈ വൃക്ഷത്തെയും കല്ലിനെയും മണ്ണിനെയും ഒന്നും ആരാധിക്കരുത്. ഇതിനെയെല്ലാം ഉണ്ടാക്കിയ ഒരുവൻ സ്വർഗത്തിലുണ്ട്. മനുഷ്യനെ ആരാധിക്കരുത്. മനുഷ്യനെ സൃഷ്ടിച്ചവന്റെ ഉള്ളിൽ ശ്വാസം കൊടുത്ത ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇടിവെട്ടുമ്പോ കൊള്ളിയാമേ, അതിനൊന്നും വായുവിനെ ആരാധിക്കരുത്. വായു തന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. അഗ്നിനെ ആരാധിക്കരുത്. അഗ്നി ആമൻ പകർത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആരാധനയ്ക്ക് യോഗ്യൻ സർവശക്തനായ ദൈവം. അപ്പൊ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. അല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ആരാ ആരാധിക്കേണ്ടത്? അതൊരു വിഷയമാണ്. ചുമ്മാ പോകുന്നവനും കയറി ആരാധിക്കുന്നു ഞങ്ങൾ. ചുമ്മാ പോകും. അവനും കയറി പ്രൈസാണ്. ചീ ഓ, ഞാൻ പറയാം. അമ്മാമ്മ അവിടേക്ക് ബിയൂല്ല. പിന്നെ അപ്പൊ ശ്രദ്ധിച്ചേ, അത് പറഞ്ഞു നിർത്തുക. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ഒറ്റ മധ്യസ്ഥനെ ആരാധിക്കരുത്. ഒരു മനുഷ്യനെ ആരാധിക്കരുത്. ഒന്നിനെ ആരാധിക്കരുത്. ദൈവത്തെ ആരാധിക്കണം. ഇനി ആരാണ് ആരാധിക്കേണ്ടത്? ചുമ്മാ പോകുന്നവനെല്ലാം കയറി ആരാധിക്കരുത്. ആരുടെ ആരാധനയാ പ്രസാദിക്കുന്നെന്ന് കമ്പിവാചകം പോലെ പറഞ്ഞു നിർത്താം. ബാക്കി നിങ്ങൾ ചിന്തിച്ചു. തെളിവ്, ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ 430 വർഷം ജീവിച്ചു. ഒറ്റ ദിവസം പോലും ആരാധിച്ചെന്നില്ല. ചാപ്പാട് കഴിച്ചെന്നുണ്ട്. ഉണ്ട്. കഴിച്ചതിൻ്റെ ലിസ്റ്റും അവര് പിന്നെ വില കൂടാതെ, അന്നും കാശ് മുടക്കിയൊന്നും ചെയ്യത്തില്ല. എല്ലാം സൊളിവില്ല. വില കൂടാതെ, കാശ് മുടക്കില്ല. വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. അപ്പൊ തിന്നൽ ഇഷ്ടമുണ്ട്. ആരാധിച്ച നിർത്ത വാക്യമല്ല. ഇസ്രായേലിൽ ഇഷ്ടിക ഉണ്ടാക്കി കുഴച്ചു ചവിട്ടി അതൊക്കെ ഉണ്ട്. അടി, കേസ്, വഴക്ക്. എബ്രായനും ഇസ്രായേലിനും പിന്നെ എബ്രായനും ഒക്കെ ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആരാധിച്ചെന്ന് വാക്യമില്ല. ആരാധിച്ചത് എപ്പോഴാന്ന് പറയാം. ശ്രദ്ധിച്ചു കേട്ടോ, അത് പറഞ്ഞ് നിർത്താം. ആബീബ മാസം 14-ാം തീയതി ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. രക്ഷിക്കപ്പെട്ടു കുഞ്ഞാട് യേശുക്രിസ്തു. ആ പരിശുദ്ധ രക്തം, ആ രക്തം കൊണ്ട് കട്ടളക്കാരുടെ കുറുമ്പടി വരും. അത് രക്ഷയെ കാണിക്കുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ടു.
ആരാധിച്ചില്ല. രക്ഷിക്കപ്പെട്ട് മിസ്രയീമിൽ നിന്നില്ല, രക്ഷിക്കപ്പെട്ടു, മിസ്രയീം വിട്ടു. ഇത് രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ അവിടെ പെട്ട് കിടക്കുക. അമ്മാമ്മ രക്ഷിക്കപ്പെട്ടതാണോ? പിന്നെ ഞാൻ 77-ൽ. പിന്നെ എവിടെ ഇപ്പൊ നിൽക്കുന്നത്? അവിടെ തന്നെയാന്ന്. അതിന് അവിടെ നിൽക്കുന്നത്. അതെ, അവിടെ നിന്നാ കുറച്ച് പേരെയും കൂടെ കൊണ്ടുവരാം. മിക്കവാറും നടക്കുന്ന കേസല്ല അമ്മാമ്മേ. രക്ഷിക്കപ്പെട്ടോ, നീ മിസ്രയീം വിട്ടോണം. മിസ്രയീം വിട്ട് ഇവര് മുമ്പോട്ട് വന്ന് ചെങ്കടല് കടന്നു. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. ചെങ്കടല് സ്നാനം. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. അവർ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയാകാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയുന്നല്ലോ അവർ കുടിച്ചത് പാറ ക്രിസ്തുവാകുന്നു. എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ലെന്ന 1 കൊരിന്ത്യർ 10:1 മുതൽ താഴോട്ട്. അപ്പോൾ ചെങ്കടൽ സ്നാനം. കുഞ്ഞാടിനെ ഇറക്കുന്നത് രക്ഷ, ചോരത്തളി രക്ഷ. രക്ഷിക്കപ്പെട്ടവന് മിസ്രയീം വിട്ട് ചെങ്കടൽ കടന്നു. ചെങ്കടൽ സ്നാനം. ചെങ്കടൽ കടന്ന് അക്കരെ കയറിയപ്പോൾ പുറപ്പാട് 15:1 മുതൽ മോശയും സഹോദരന്മാരും കൂടെ പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ആരാധന. പുറപ്പാട് 15:1 മുതൽ 19 വരെ സഹോദരന്മാര് പാട്ടുപാടി. 20-ാം വാക്യം വന്നപ്പോ അമ്മാമ്മയ്ക്ക് ഉണർവുണ്ടായി. മിറിയാം, അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചക കയ്യിൽ തപ്പെടുത്തു. 21 സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് ചെന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ 14-ാം അധ്യായത്തിൽ സ്നാനം നടക്കുക. സ്നാനം. 12-ാം അധ്യായത്തിൽ രക്ഷ. 13-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ടിരുന്നിട്ട് മിസ്രയീം വിട്ടു. 3 ദിവസമേ മിസ്രയീം വിട്ടു. 14-ാം അധ്യായത്തിൽ സ്നാനം നടക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. 15-ാം അധ്യായം ആരാധന. അപ്പോൾ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? ഒറ്റ വാക്കി പറയാ, രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് മറുകര കയറിയവർ വേണം ദൈവത്തെ ആരാധിക്കാൻ. ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ആ ആരാധന ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധനയാ. ആ ആരാധനയിൽ സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ആരാധനയാ. ആ ആരാധനയിൽ ദൈവപ്രസാദമുള്ള ആരാധനയാ. ഇന്ന് രാത്രി ആ ആരാധന ഇവിടെ വെളിപ്പെടട്ടെ. ആ ആരാധനക്കാരെ ദൈവം അംഗീകരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ആരാധനക്ക് യോഗ്യന, അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യന, അവിടുന്ന് മഹത്വത്തിന് യോഗ്യന. കുഞ്ഞാട്, നീ യോഗ്യനായിട്ട് ഒരുവനെയുള്ളൂ, യേശു ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമറിയാത്ത പരമവിശുദ്ധൻ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. യാതൊരു കളങ്കമില്ലാത്ത ദൈവ കുഞ്ഞാട്. ഇന്ന് രാത്രി ആ കുഞ്ഞാടിനെ ആരാധിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ആ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്ത്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ആ കുഞ്ഞാടാണ് സ്വർഗത്തിന് ഭൂമിയിൽ സകല അധികാരമുള്ള കുഞ്ഞാട്. അവിടുന്ന് അറിയാതെ നിനക്കൊന്നും വരികയില്ല. അവിടുന്ന് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അവിടുന്ന് ആ സർവ്വത്തിന്റെ അധികാരി.